ആ മോളെ ഇച്ചിരി അങ്ങനെ മാറിന്നോട്ടാ, തലയിൽ വീഴും. ദാസാ, ആ രണ്ടെണ്ണം കൂടി കേറിയിട്ട് നിർത്തിക്കോട്ടാ. ചാക്കി നമ്മളങ്ങനെ കൊണ്ടുപോവേണേ. റബ്ബില്ലാലമീനായ തമ്പുരാനെ, എന്തോ ഒരു അടക്കം നമ്മൾ പറിച്ചു കൂട്ടിയേക്കണ ഒരു പരമ്പത് കയ്യും കണിക്കൊണ്ടായിനി. ഇത് കണ്ട മോളെ, ഇപ്പതേ അയമ്പൂല്ല. വെള്ളവും വെള്ളവും ശരിക്കില്ലാതായിട്ട് എത്ര കാലായി. അത് ശരിയാണ്. ഈ തെങ്ങും കവുമ്പൂന്നൊക്കെ പറഞ്ഞ ഒരനത്തിപ്പെട്ടാണ്. നമ്മൾ അങ്ങാടും എടുത്താൽ ഇങ്ങാട് കിട്ടും. ഇല്ലേ ഇല്ല, അതല്ലേ എന്റെ കളി. പായക്കുഴപ്പം കൂട്ടാൻ വെക്കാനാ, മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ അസലാണ്. ഇച്ചിരി പരിപ്പ് കൂടി ചേർന്ന ജോറായി. നമ്മുടെ സൂറാക്ക് പെരുത്തി ഇഷ്ടമാണ്. ഇവിടെ അമ്മയ്ക്കും വലിയ ഇഷ്ടാ. കേരളക്കാർക്ക് മക്കളൊന്ന് സർക്കസ് കാണിക്കണ്ടാ. മതി മതി. ഓൻ പുതിയോനാണേ. സുഹറെ കണ്ടിട്ട് കൊറേ നാളായല്ലോ. ഞാൻ അന്വേഷിച്ചു അറിയോ? പറയാലോ മോളെ, അതിനെന്താ. തമ്പുരാട്ടിക്ക് എങ്ങനെയുണ്ട്? കിടപ്പന്നെ. അത്ര പെട്ടെന്നൊന്നും മരുന്ന് സൂക്കേടല്ലോ. ആരാ സാവിത്രി അവിടെ? ചെയ്താലും മാപ്പിള അമ്മേ. ചെല്ലി ചെല്ലി ബക്കം ചെല്ലി. മോളെ സാവിത്രി. എന്താ അമ്മേ? പുറം ചുട്ടിട്ടോ ഊട്ടിയെ? എഴുന്നേറ്റിരിക്കണം അമ്മയ്ക്ക്. ആ ചെയ്താൽ എന്തിനു വന്നത്? അടക്കി പറിക്കാനാ? അകത്തുള്ള ആൾക്ക് ഇപ്പഴും സുഖമായില്ല അല്ലേ? ഇല്ല. കോട്ടയ്ക്കിലോ ഒറ്റപ്പിലാവിലോ കൊണ്ടുപോയാ സുഖാവുന്നാ തോന്നണേ. പക്ഷേ പഠിച്ചോനെ, എങ്ങനെ ബൗസിൽ കഴിഞ്ഞിരുന്ന ഇല്ലാതെ. ഇവിടുത്തെ ആനക്കാരനായിരുന്ന കാലത്ത് ബാപ്പ എല്ലാ കഥയും പറയാറുണ്ട്. അതൊക്കെ ഒരു കാലം. ഇന്ന് കുടുംബം വളർത്താൻ അമ്പലത്തിലെ ശാന്തി വേണ്ടി വന്നു വെച്ചാൽ തീർന്നല്ലോ. നല്ല കാലത്ത് പഠിച്ച വേദങ്ങളും മന്ത്രങ്ങളും ഇത്രയ്ക്കെങ്കിലും ഉപകരിച്ചു എന്നിരിക്കുക. ചെറിയമ്പൂരിക്ക് ഒരു ജോലി കിട്ടിയ ഒക്കെ ശരിയാവൂലേ? നല്ല പഠിപ്പുള്ള ആളല്ലേ? പിന്നെ MA ഫസ്റ്റ് ക്ലാസ്സാ. പറഞ്ഞിട്ടെന്താ, ജോലി കിട്ടണ്ടേ? വല്ല പ്രൈവറ്റ് കോളേജിലും കിട്ടണമെന്ന് വെച്ചാൽ കൊടുക്കണം 1.5 ലക്ഷം 2 ലക്ഷം. എല്ലാം മാറൂന്ന് കൂട്ടിക്കോളേ. പഠിച്ചമ്പലാന്ന് പറഞ്ഞാൽ അത് മുകളിൽ ഇരിപ്പണ്ടല്ല. നിങ്ങൾ ബേജാറാണ്ടിരി. നാരായണൻ എങ്ങനെ ജോലി ഇല്ലാണ്ട് നടക്കണം കാണുമ്പോ സഹിക്കുന്നില്ല. ആനകൾ മേയുന്ന തൊടികൾ, ആയിരപ്പുറ പാട്ടം വരണ നിലങ്ങൾ, കെട്ടുകെട്ട് പഠിപ്പുര മാളിക, ധാരാളം വേലക്കാരും ആശ്രിതരും. പാലയൂർ മനക്കിലെ വലിയ തിരുമേനിയുടെ പ്രതാപകാലം. പറഞ്ഞിട്ടെന്താ, ഇന്ന് ജീവിക്കാൻ വേണ്ടി എൻ്റെ അച്ഛൻ അമ്പലത്തിൽ ശാന്തിപ്പടി നടത്തുന്നു. നിരാശപ്പെട്ടിട്ടും കാര്യമൊന്നുമില്ല ആരാണ്. ഇതിനൊക്കെ തന്നെയാ ഈ ജീവിതം എന്ന് വിളിക്കുന്നത്. ചെറിയമ്പുരി എവിടേക്കാ? സൈതാലാപ്പിളയുടെ വീട് വരെ പോണം. അന്നാമച്ചേട്ടത്തിന് കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? ഒന്നും പറയണ്ട മോനെ, ഇന്ന് അങ്ങനെ അങ്ങ് കഴിച്ചു കൂട്ടി. ചെറിയമ്പുരീനെ സതി ടീച്ചർ അന്വേഷിച്ചു. കണ്ടാ സ്കൂളിലേക്ക് പറഞ്ഞുവിടാൻ പറഞ്ഞു. ഞാൻ സ്കൂളിൽ കയറുന്നുണ്ട്. എന്താ സ്കൂളില്? അടുത്ത ആഴ്ച സ്കൂൾ യൂണിവേഴ്സും അല്ലേ? അതിക്ക് ഒരു കവിത എഴുതി കൊടുത്തിരുന്നു. അതെയോ? അതിന്റെ റിഹേഴ്സൽ ഞാൻ എന്തായിരിക്കും പ്രത്യേകം പറഞ്ഞതാ. ഞാനത് പറഞ്ഞു. എത്ര മുഖങ്ങൾ, എന്തെല്ലാം ഭാവങ്ങൾ. ഈ ഗ്രാമം ഭാഗ്യവതിയാണ്. പ്രിയതരമോഹങ്ങൾക്കിന്നിനി ഇളവേൽക്കുവാനൊരു തേൻകൂട. ഇളമാനുകളിണയായി തുള്ളും ചന്ദനക്കുടിലിനകത്തൊരു തേൻകൂട്. കുടിലിനകത്തൊരു തേൻകൂട്.
സ്വർണ്ണ താമരപ്പൂവായൻ ഹൃദയമി മാറത്തു ചായും. ഒരു സ്വർണ്ണത്താലിതൻ താമരപ്പൂവായൻ ഹൃദയമി മാറത്തു ചായും. കാതോർത്തു കേൾക്കുമതെന്നും നിന്നാത്മാവിൻ കാതരമോഹത്തിൻ മന്ത്രം. കാതോർത്തു കേൾക്കുമതെന്നും നിന്നാത്മാവിൻ കാതരമോഹത്തിൻ മന്ത്രം. പ്രണയാതുരമാം സ്വപ്നമന്ത്രം. പ്രണയാതുരമാം സ്വപ്നമന്ത്രം. അലയുമെൻ പ്രിയതരമോഹങ്ങൾക്കില്ലിനി ഇളവേൽക്കുവാനൊരു തേൻകൂട്. ഇളമാനുകളിണയായി തീരും ചന്ദന കുടിലകത്തൊരു തേൻകൂട്. കുടിലകത്തൊരു തേൻകൂട്. നന്നായിരിക്കുന്നു ടീച്ചറെ. ആ പാടാൻ അറിയുന്ന സംഗീതാധ്യാപികയാണല്ലോ സതി. അതുമാത്രമല്ല ഞാൻ ഉദ്ദേശിച്ച് നാരായണന്റെ വരികളും. ഓ ഇപ്പൊ ധാരാളം സമയമുണ്ടല്ലോ, ഇനി എഴുതിക്കൂടെ? സമയം ഉണ്ടായിട്ട് എന്താ കാര്യം? എഴുതണ്ടേ? ഞാൻ എത്രമാത്രം പിന്നാലെ നടന്ന് പറഞ്ഞിട്ടാണെന്നോ ഇതെങ്കിലും എഴുതി തന്നത്? കാര്യമില്ല സതി, മാഘൻ പറഞ്ഞത് ശരി. ധനം സമ്പാദിച്ചോളൂ, കല നിഷ്ഫലമാണ്. കാലം മാറിയില്ലേ? ഇന്ന് കവിത എഴുതിയും ജീവിക്കുന്നവരില്ലേ? അത് മാത്രമായി ജീവിക്കണമെന്ന് ചുരുക്കാം. ആ കഴിഞ്ഞ ആഴ്ചയിൽ ഇന്റർവ്യൂ എന്തായി? ആ ജോലി കിട്ടുവോ? കിട്ടണം. ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ 3 സകാരങ്ങളിൽ ഒന്നെങ്കിലും വേണം. സകാരങ്ങളോ? അതെ, സമ്പത്ത്, സ്വാധീനം, സംവരണം. ഇതൊന്നുമില്ലാത്തവർക്ക് ശകാരം കേട്ട് മടങ്ങാം. ഞാൻ പോവാച്ചാ. എന്താടാ? ഞാനേ പിന്നാക്ക് പോകാൻ പോവാ. പിന്നാക്ക് സൂറത്താക്കി. സൂറത്തേക്ക് എന്തിനാടാ പിണ്ണാക്ക്? ആടിനാ സൂറത്താന്റെ അമ്മിനിക്കുട്ടിക്ക്. എന്നിട്ട് നീ ഇവിടൊക്കെ കറങ്ങി നടക്കായിരുന്നല്ലേ? ഞാൻ സുഹറയോട് പറയട്ടെ. പിന്നാക്ക് നാളേക്കേ നീ ഒരു ബിൽഡിംഗ് വാങ്ങിച്ചേ. കാശുതാ. കാശ് അല്ലേ? വേണ്ട വേണ്ട, ബുദ്ധിമുട്ടണ്ട. ബാക്കി കാശിന്റെ കപ്പലിന്റെ വാങ്ങട്ടാ ചേച്ചി. ഇവനെ പോലെ ആയാ മതിയായിരുന്നു. എന്താ? ബന്ധുക്കളായ ആരുമില്ല, എന്നാൽ ലോകം മുഴുവൻ ബന്ധുക്കള്. വീടും കുടിയുമില്ല, എന്നാൽ എല്ലാ വീടും അവന്റേത്. ജാതി മതവും തിരിച്ചറിയാത്തൊരു പേരും ബുദ്ധൂസ്. ഭാഗ്യവാൻ. നീ ഇന്നലെ കുറച്ച് ഓവറായിരുന്നു. വീട്ടിൽ ചെന്നപ്പോ അച്ഛൻ അറിഞ്ഞോ? ആ, അച്ഛൻ അമ്പലത്തിന്റെയും സമുദായത്തിന്റെയും പുറകെ അടക്കല്ലേ. അങ്ങേർക്ക് എവിടുന്ന സമയം? വന്നപ്പോ ലേറ്റായി. നിന്റെ അല്ല അച്ഛൻ. എന്ന് സതി നടന്നോളൂ, ഞാൻ വായനശാലയിൽ നിന്ന് കയറിട്ടില്ല. അപ്പോഴേ ഒരു പാട്ട് നമ്മ കൂടി പാടിത്തരണേ. ടീച്ചറെ ഒന്ന് നിൽക്കുന്നേ. നമ്പൂതിരിമാരോട് മാത്രമേ മിണ്ടൂ തോന്നുന്നു, അതോ എംഎക്കാരോടോ? ഏയ് എല്ലാം അറിയണ്ട കേട്ടാ. വെളിച്ചപ്പാടേ, തനിക്കറിയാവല്ലോ ഈ അമ്പലത്തിനും നമ്മുടെ സമുദായത്തിനും വേണ്ടി ഞാൻ പെടുന്ന പാട്. എന്നിട്ട് ജനങ്ങൾക്ക് വല്ല നന്ദിയുണ്ടോ? കുറ്റം കൊണ്ട് കൂലിയും. എവിടെ എന്റെ വാളും ചെലമ്പും എന്ന് എനിക്ക് അങ്ങോട്ട് പറയാൻ തോന്നുക. നാട്ടുകാരുടെ പ്രശ്നം കേൾക്കുമ്പോ ഞാനില്ലെങ്കിൽ ഈ അമ്പലം എന്നേ ഇടിഞ്ഞു പൊളിഞ്ഞു പോകുമായിരുന്നു. ഓരോ അറ്റകുറ്റപ്പണികളും തേടി പിടിച്ച് ശരിയാക്കുമ്പോ ആർക്കൊരു വിലയില്ല. നടാ സുന്ദരാ പിടി. അതൊക്കെ പൈസ വെട്ടിക്കാൻ വേണ്ടിയാണല്ലേ പുതിയ കണ്ടുപിടുത്തം. പ്രസിഡന്റ് സ്ഥാനം വലിച്ചെറിഞ്ഞിട്ട് പോരാ, അതാ വേണ്ടത്. ജനങ്ങളൊന്ന് പഠിക്കട്ടെ. അസലായി. പിന്നെ ആരാടോ ഇതൊക്കെ കൊണ്ടു നടത്താൻ? ഒന്ന് ആലോചിച്ചാ അതും നേരാ. കക്ഷത്തിലുള്ളത് കളയാതെ ഉത്തരത്തിൽ നിന്ന് എടുക്കണം എന്നാണല്ലോ. തിരുമേനി തിരുവിന് പോവായോ?
പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ലല്ലോ, വൈകിട്ട് വരാം. ആ ഊട്ടുവരുടെ താക്കോലിട്ട് വന്നേക്കൂ, അവിടെയും കുറച്ച് റിപ്പയർ ഉണ്ട്. താക്കോല് സൂക്ഷിക്കണം, ഉരുളിയും മറ്റു സാധനങ്ങളൊക്കെ ഉള്ളതാ. അത് പിന്നെ മേനോട് പ്രത്യേകിച്ച് പറയണോ തിരുമേനി? അതെ, വാള് ഉള്ളി കാല്. സൂര്യ ചെറിയൊരു പേടിച്ചോ? അയ്യേ, പെണ്ണ് മരം കയറി, പെണ്ണിന്റെ മാപ്പിള തീക്കോരി. ഇനി കുറെ മാപ്പിളമാര് തീ വരട്ടെ. ആ, ആകാശം മുട്ടുന്ന കവുങ്ങിന്റെ തുഞ്ചത്ത് കയറി സർക്കസ് കാണിക്കുന്ന ബാപ്പയുടെ മോളല്ലേ നീ? ഇതും ചെയ്യും, ഇതിന്റെ അപ്പുറവും ചെയ്യും. ആട്ടെ, നീ എന്താ പാട് ചെയ്യണേ? ഇത്തിക്കണ്ണി ഒടിക്കുക ആടിന്. ആ സൂറ. 14 രാവുദിച്ചത് മാനത്തോ, കല്ലായി കടവത്തോ. അങ്ങനെയല്ല. പിന്നെങ്ങനെയാ? 14 രാവുദിച്ചത് മാനത്തോ, കശുമാവിൻ കൊമ്പത്തോ. അല്ലടോ, ഈ ആരേറ്റാ ഒറ്റയ്ക്ക് ഇങ്ങനെ വർത്താനം പറഞ്ഞേ? ഞാനോ? ആ, ഞാൻ വർത്താനം പറഞ്ഞില്ലല്ലോ. പിന്നെ ഞാൻ കേട്ടല്ലോ ഇപ്പൊ. അത് ജിന്ന്. അതെ, ഇതിനെക്കാട്ടിയും വലിയ ജിന്നൊക്കെ നമ്മൾ ഇറക്കിക്കലും മോനെ. അന്റെ മോളൊന്നും ഞമ്മടുത്ത് വേണ്ട കേട്ടോ. കോലത്താൻകുടി ആയ്മുട്ടിക്കാന്റെ മോളുടെ ജിന്നല്ലേ? കണ്ടപ്പോ ഞമ്മള് പേടിച്ചു പോയി. ആര്? ഞമ്മള്. അല്ലല്ലല്ല, സൂര്യ, എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ സ്കൂളിൽ പഠിച്ച കുട്ടിയല്ലേ? കൊറേയൊക്കെ മാറ്റം ചെയ്തില്ലേ? ഇനിയും കൊറേയൊക്കെ ഉണ്ട്. ഇങ്ങള്, ഞമ്മള്, പറയൂ. ഞാൻ പറയുമ്പോ വേറൊരാളെ പറ്റി പറയും പോലെ, ഞമ്മളല്ലാത്ത പോലെ. പിന്നെയും വന്ന് ഞമ്മള് ചെറിയ തിരിച്ച് തിരിച്ച് ഞാൻ. എന്റെ ബദലിങ്ങളെ എന്താ മേലേ നിന്നെ വിളിക്കുമ്പോ തന്നെ അന്നൊന്ന് കാണാൻ തന്നെ ഈ കുറച്ച് കായ് തരാന്ന് പറഞ്ഞിരുന്നല്ലോ. അത് ഞമ്മന്റെ കായ് വേണ്ട മോലാരെ. ഇന്നലെ ഈ വരുന്നും കരുതി ആ വർഗീസിന്റെ കടയിൽ മോൾ അവനെ കാത്തിരുന്ന് ചോക്കട്ടെ. മനസ്സിലങ്ങനെ പറ്റിക്കരുതട്ടാ. ഞമ്മള് മുട്ടനാട് നോക്കി പോയിരിക്കായിരുന്നു. എവിടെയെല്ലാം പോയെന്ന് അറിയാം മോലാർക്ക്? ഈ ഇങ്ങനെ മുട്ടനാട്ടിൽ നോക്കി നടന്നോ, അവസാനം എന്റെ പെണ്ണാട്ടിനെ വല്ലവരും കൊണ്ടുപോകും. എന്താ മോലാരെ നിങ്ങൾ പറഞ്ഞു? അതെ, ഈ നായർ കുറിച്ച പുലിവാലി എന്ന വാർത്തയിൽ നമ്മള് ബഹദൂർ കപാടെ പാട്ടിയെടുക്കണമെങ്കിൽ ഇല്ലെങ്കിൽ കേട്ടോ. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പയം കാക്ക കൊത്തി പോകും, അന്നോ കാക്കച്ചി കൊത്തി പോകും. എന്നുവെച്ചാ കൊന്തം. എടാ, അനക്ക് വേണ്ടി പറഞ്ഞു വെച്ച പെണ്ണല്ലോള് സൂറ. ആ, ഓളാണുങ്ങൾ കൊണ്ടുപോകുന്നു. ആ ചെറുമ്പൂരിട്ടല്ലേ കിന്നാരം. അല്ല, നമ്മളൊന്നും പറയുന്നില്ല. നേരാണ് മൈലാരെ. അല്ല നോള, ഒരിക്കലും നിന്ന് കുഴഞ്ഞു പറയാൻ നമ്മൾ എത്ര പ്രാവശ്യം കണ്ടിക്കണം. ഞാൻ പോട്ടെ, ആരോടെങ്കിലും കുറച്ച് കായിട്ടോ നോക്കട്ടെ. നിൽക്കും മോലാരെ. അതെ, ഈ ഓടിച്ചെന്ന് ഓളോട് ചോദിക്കൊന്നും വേണ്ട. രഹസ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചെടുക്കാൻ ഒരു വശം വേണം. ഇങ്ങനെ എന്നാ ഞാൻ വരട്ടെ. കണ്ട നമ്പൂരി ചക്കന്മാരോട് കൊഴഞ്ഞു പറയാൻ എനക്കൊരു മടിയില്ല. ഞാൻ ആരോടും കഴിഞ്ഞു പറഞ്ഞൊന്നുമില്ല. എന്താണ്ടാ ഇവിടെ മനുഷ്യന്മാരെ നിസ്കരിക്കാൻ സമ്മതിക്കൂലേ? ഇയാൾക്ക് ഇവിടെ എന്താ കാര്യം? ചെറിയമ്പൂരി ഞമ്മളെ കാണാൻ വന്നാണ്. അന്തിക്കും മോന്തിക്കൊക്കെ കാണാൻ പറ്റില്ല. അതിന്റെ മുമ്പിട്ട് ഞമ്മളെ അടക്കാ കച്ചവടക്കാരനല്ലേ എന്ന്, അല്ലാണ്ട് ഡാക്കറ്റൊന്നുമല്ലല്ല. കാണാൻ പറ്റുന്ന സമയം ബോർഡ് മെഴുതി തൂക്കാൻ. അതവിടെ നിൽക്കട്ടെ. സൂറ എന്റെ ആരാ? ഞമ്മളെന്റെ മാമ. സൂറ എന്റെ മോള് എന്തേ? അതല്ലാണ്ട് ആരും അല്ലെന്നാ നമുക്കറിയേണ്ടത്. അല്ലാണ്ടാര്? ഓളെ നമുക്ക് കെട്ടിച്ചേരാന്ന് മാമ പറഞ്ഞിട്ടുണ്ടാ? അത് ശരിയാണ്. അതും പറഞ്ഞ് മാമ കുറെ കായ് വാങ്ങിയിട്ടുണ്ടാ?
ഞാൻ പോട്ടെ ഇന്നലെ അവിടെ നിൽക്കുന്നേ. എന്റെ മോൻ യൂസഫിന്റെ ചികിത്സക്കായിട്ട് ഓനോട് നമ്മൾ കുറച്ച് കാശ് കടം മേടിച്ചിട്ട് എന്നിട്ട് എന്താ ഓളെ നിക്കാതെ കഴിച്ചാലെന്ന്? അതിന് ഓന് സമ്മതിക്കണ്ടെന്ന്. അത് ഓളുടെ സമ്മതം എന്തിനാണെന്ന്? പിന്നെ എന്റെ നിക്കാതെ എന്റെ സമയം നോക്കണ്ടേ? ആ അനക്കെന്താ സമ്മതമില്ലാത്ത? എന്റെ മമ്മൂട്ടി നീ ഒന്നിപ്പോ പോ. ഇതറിഞ്ഞിട്ടേ നമ്മൾ പോണുള്ളൂ. അനക്കെന്താ സമ്മതമില്ലാത്ത? ഉണ്ട കണ്ണു നോട്ടം. എനിക്ക് ഇങ്ങനെ പേടിയാ. അറുത്ത് വെച്ച ആടിന്റെ തല നിങ്ങളെ കാണുമ്പോ ഓർമ്മ വരിക. അനക്ക് നമ്മളെ പേടിയാണല്ലേ? പേടിയൊക്കെ നമ്മളെ മാറ്റി തരാം. ആ ഈ കൊണ്ടാര കോഴികളെ കൊണ്ട് ഇങ്ങോട്ട് തോറ്റു. എടി അവനെ നീ ഇവിടെ എന്തെടുക്കാണ്? ഈ നെല്ല് മുയ്യാനും കോഴികളെ തിന്നുന്നത് നീ കാണുന്നുണ്ടാ? ഒരെണ്ണത്തിനെ വിളിച്ചാ കാണൂല. കൊരയ്ക്ക് മുട്ട തിന്നു പിടിക്കും. പക്ഷെങ്കിൽ ഒരു ഉരുളിക്ക് നന്ദിണ്ടാ? ഈ വേലക്കാരെന്ന് പറയുന്ന ചെയ്താമാരെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാൽ തന്നെ പകുതിക്ക് സമാധാനം കിട്ടും. അല്ലാ എടി അവനെ നിങ്ങളുടെ ചിരിക്കാണ്. എഴുന്നേറ്റ് പോയ കോയിലെന്നാട്ടെ. ഈ ഉമ്മയ്ക്ക് എന്താ ഒരു ചാക്ക് നെല്ല് മുഴുവനും കോഴി തിന്നോന്നില്ലല്ലോ. അത് ശരി, നീ ഞമ്മളെ പഠിപ്പിക്കാൻ വരികയാണ്. ദേ പടച്ചോ നിരക്കാത്ത വർത്താനം പറഞ്ഞാലുണ്ടല്ലോ നടുന്നൊക്കെ ഒരു ഒറ്റ ചമട്ട് വെച്ചരും. കൊണ്ടൊരു കോയിൽ. കണക്കെഴുത്ത് കിഷൻ നായരെ, എന്തോ ഇന്നലെ പറഞ്ഞ കണക്ക് പുടി കിട്ടിയ നായരെ? പുടി കിട്ടിയാ? ഏതാണ്ട് ഒരു രൂപരേഖ തെളിഞ്ഞു വരുന്നുണ്ട്. അല്ലാതെ ഈ പൊണ്ടാര കോഴികൾ പിന്നെയും വന്നല്ലേ. കതീശ, കതീശുമ്മ, ഓ ഈ കോഴികളെ കൊണ്ട് ഞമ്മള് തോറ്റു. ഒന്ന് പോകോയി. കേട്ടോ നായരെ, നമ്മുടെ കെട്ടിയവളുടെ തൊണ്ടേന്റെ അകത്തുള്ള ഏതോ ഞരമ്പ് പൊട്ടിയ സവിണ്ടാ കേട്ടത്. വിളിച്ചാ? ആ വിളിച്ച്. നിന്റെ തൊള്ളേന്റെ അകത്ത് റേഡിയോന്റെ സമിണ്ടെന്ന് കുറയ്ക്കണമല്ലോ. അപ്പുറത്ത് നടക്കണതല്ലേ നിങ്ങൾ അറിയുന്നുണ്ടാ? ഒരു 100 കൂട്ടം പണിയുണ്ട്. അതിന്റെ ഇടയിൽ കോഴികൾ വന്ന് നെല്ല് മുയ്യോനെ തിന്നണ്. ഒരു പെണ്ണുള്ളതാണെങ്കിൽ എപ്പോ നോക്കിയാലും കിത്താവ് നിറഞ്ഞു വെച്ച കിടപ്പാണ്. ഒച്ചയെടുത്ത് എന്റെ തൊണ്ട പൊട്ടാറായി. അതാണ് ഞമ്മള് പറഞ്ഞത് നിന്റെ സമിണ്ടെന്ന് കുറയ്ക്കാൻ. ഇവിടെ നായർക്കിരുന്ന് കണക്ക് ചെയ്തേ. അതിന് എന്റെ ഒച്ചയെന്ന് നായരക്കിടെ കണക്ക് വെച്ചിട്ടോ മഴിച്ചു കളയവാ. എന്താ നായരെ? എനിക്കൊരു കുഴപ്പമില്ല. കിടക്കണം. അനുവാസം കൂടി കിട്ടിയ ഇവിടെ ഒരു വെടിക്കെട്ട് നടത്താൻ കൂടി അവള് മടിക്കില്ല. അല്ലാ, എന്താടി ദാവരന് വേറൊരു വെടിക്കെട്ട്. ചതിച്ച കല്യാണ കേസ് പറയാൻ വേണ്ട വരവാണ്. ദേ ഞമ്മളെ എപ്പുറത്തോടൊന്നും വിളിച്ചാക്കല്ലേ കേട്ടാ. എന്താ നായരെ പോനോട് പറയാ? ബാബാ, എന്താണ്? മൂപ്പ, കാലം കുറെയായി നമ്മൾ ഇവിടെ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയാവില്ല. മൂപ്പൻ ഇന്ന് ഇതിനൊരു സമാധാനം ഉണ്ടാക്കണം. അതിന് നിന്റെ കൂടെ ജീവിക്കാൻ സുഹറായിക്ക് സമ്മതമില്ലെന്നാണല്ലോ സൈതാലിക്ക പറയണത്. ഓക്കറ സമ്മതം വേണ്ടി വരുമെന്നാ? നമ്മളെ ഇന്ന് പണം വാങ്ങുമ്പോ ഓർക്കണമായിരുന്നല്ല. സൈതാലിക്കാന്റെ കയ്യിൽ ഇപ്പൊ പണമില്ലാന്ന് എനിക്കറിയില്ലേ? അതല്ലേ പറഞ്ഞ കെട്ടിച്ചു തരാൻ. പണം നമ്മൾ ചോദിച്ചില്ലല്ല. മൂപ്പൻ പള്ളി കമ്മിറ്റിയുടെ ആളല്ലേ. മൂപ്പൻ പറഞ്ഞ ഓള് സമ്മതിക്കും. ശരി, മൂപ്പൻ മറക്കോ? ഇല്ലടാ മമ്മൂട്ടി. പിന്നെ ഇപ്പൊ വേറൊരു മുസീബത്തും കൂടെ വന്നിട്ടുണ്ട്. അതെന്താണ്? ഓൾക്കിപ്പോ ചെറിയ പോരായിട്ടൊരു ലോഹ്യം. അന്തിമൂന്തി ഇല്ലാണ്ട് ഓനവിടെ കയറി ഇറങ്ങി നടക്കണത്. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഏതായാലും നമ്മ സുറാനെ കണ്ട് ഒന്ന് ഉപദേശിക്കാം. നീ ബേജാറാകാണ്ടിരിക്കും മമ്മൂട്ടി. നമ്മളേറ്റ് അത് മതി. സാവിത്രി, സുഹറയാണോ? അകത്തേക്ക് വന്നോളൂ കുട്ടിയെ. നിന്നെ ഇപ്പോഴൊന്നും ഇങ്ങോട്ട് കാണില്ലല്ലോ. കാലം മാറിയില്ലേ, പ്രായവും ഇല്ലേ? ഇക്കക്കയുടെ അടുത്ത് എപ്പോഴും ഒരാള് വേണ്ടേ, അതുകൊണ്ടാ. പാവം കുട്ടി, അവനിപ്പോ എങ്ങനെയുണ്ട്? ഇടയ്ക്ക് ഒരു കുറവുണ്ടാവും, ഇടയ്ക്ക് ഇവിടുത്തെ പോലെ തന്നെ അല്ലേ? ആരാമ ഇവിടെ? ആ, ഇതെന്താ മാപ്പിള പെണ്ണുങ്ങള് നമ്പൂരിയിലത്ത്? നമ്പൂരിമാര് മാപ്പിളക്കുടിന്ന് മാറാണ്ടിരുന്ന എന്ത് ചെയ്യും? സുഹറയുടെ ചെറുപ്പത്തിലെ തന്റെ ഇടം പ്രസരിപ്പ് ഒന്നും ഒട്ടും കുറഞ്ഞിട്ടില്ല കേട്ടോ.
കാന്താരിമുളക് വലുതാൻ തോറും എരിവ് കൂടുന്നല്ലേ ആ അമ്മ മരുന്ന് കഴിച്ചോ? ഇല്ല, സാവിത്രി വന്നിട്ട് കഴിക്കാം. സാവിത്രി എവിടെ? കണ്ടില്ലല്ലോ. കുളിക്കാൻ പോയിരിക്കുക. സുഹ്റ വേണ്ടട്ടോ. മന്ത്രിച്ചിട്ട് കാര്യമൊന്നുമില്ല. പൈസ 2 കഴിഞ്ഞല്ല. നീ എന്താ ഇതൊരു അയ്യപ്പന്റെ പണം മടക്കി കൊടുക്കാത്തത്? അതിന് ഞാൻ കൊടുക്കില്ലെന്ന് പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് എന്താ കാര്യം? കാശിന് കാശെന്നെ വേണ്ടേ? നിന്നെ വിശ്വസിച്ച് ഭാര്യന്റെ കെട്ടുതാല വരെ വിട്ടിട്ട് നിൽക്കുന്നവനാണ് ഈ മനുഷ്യൻ. നീ പറഞ്ഞ ബിസൈന്റെ കാര്യം കേട്ടപ്പോ ഉണ്ടായിരുന്ന ഒരു നല്ല ജോലി കൂടി വേണ്ടെന്ന് വെച്ച് നാളെ വൈകുന്നേരത്തിനകം അയ്യപ്പന്റെ പണം മുഴുവൻ കൊടുത്തു തീർക്കണം. ഇല്ലെങ്കിൽ ചോദിക്കാൻ വരുന്നത് നമ്മളായിരിക്കും. ഞാൻ കണ്ടതാ. താൻ പേടിച്ചോ. നാളെ വൈകിട്ട് താൻ ഇങ്ങോട്ട് പോരും. സിദ്ധിക്കുന്നത് എന്റെ കാശെത്തിക്കും. ഇതേ മൂപ്പിനോട് കഴിച്ചാൽ കളി പഠിച്ചിട്ടുണ്ടവരെ അറിയാം. തന്റെ മുതലാളില്ലേ ആ മൂപ്പൻ, അയാളോട് പറഞ്ഞേക്ക് ഒരു ആന സ്വന്തമായിട്ടെന്ന് വെച്ച് എന്ത് തോന്നിയ കളിക്കാൻ പറ്റില്ലെന്ന്. എന്താണെന്ന്? എന്താണെന്നോ? അയാളുടെ ആന അമ്പലത്തിന്റെ മണ്ണിടിച്ച് തകർത്തിരിക്കുന്നു. ആഹാ, അതാണോ? തനിക്ക് നിസ്സാരം, എനിക്ക് ജനങ്ങളുടെ മുമ്പിൽ കണക്ക് പറയേണ്ടതാ. എന്തായാലും മൂപ്പൻ ആനയോട് പറഞ്ഞു ജയിക്കുന്നില്ലല്ലോ. താനല്ലെങ്കിലും അയാളുടെ സൈഡല്ലേ. വെറുതെ അല്ല തന്നെ ജനാഭിഷണായിരുന്നു വിളിക്കുന്നത്. അതുകൊണ്ട് ഒരു മോശം എനിക്ക് തോന്നുന്നില്ല. നേന്നുണ്ടെന്നൊരു ഒരു പേര്, അത് ഞാൻ പറയണോ? അമ്പലം പിഴിയുന്നല്ലേ? എന്നാലും താൻ അബദ്ധം പറയണ്ട കേട്ടോ. മേത്തപ്പാടെ ഈ തൂലത്തെ വേലും പൂരം തുടങ്ങിയിട്ട് പോരെ. മര്യാദയ്ക്ക് അയാളുടെ മധുര എഴുതാൻ പറഞ്ഞു, അതാ നല്ലത്. ആ മറക്കണ്ട. മറക്കില്ല. എവയ്ക്കോ വിത്തോ ചിലപ്പോ. മകരപണി 1000 രൂപ കള്ളക്കണക്ക് എഴുതാൻ ചാൻസ് ആയി. അതൊക്കെ നമ്മളൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ? വേറെ കിട്ടൂല, ഫോണിൽ നിന്ന് കൊണ്ടുവന്നതാ. ജന്നാത്തുൽ ഫിർദൗസ് എന്ന് കേട്ടിട്ടുണ്ട്. ജന്നാത്തുൽ ഫിർദൗസ് 1ാം തരം അത്തറ. പിന്നെ തലേ തേക്കാനുള്ളതാ. ഈ ഒരു കാര്യം ദൗത്യം കൊണ്ടുവച്ചിട്ട് എവിടെ വേണമെങ്കിലും എന്തായാലും കൊണ്ടുപോയില്ലേ. മൊയ്യാലിക്ക് കപ്പ വേണാ? ആ വേണം. ഒരു കൊണ്ടാ അതെ ഒരു കപ്പ. ഈ മൊയ്യാലി വാങ്ങിച്ചോണ്ടേ കപ്പ പോടാ. സുറ, ഞാൻ എന്നെ കുറിച്ച് എന്നെ അങ്ങനെ ചിന്തിക്കുകയായിരുന്നു. എനിക്ക് മമ്മൂട്ടിയുടെ ശല്യം വല്ലാണ്ട് ഇടവേറായിട്ടുണ്ടല്ലേ. തണ്ടും തടി ഉണ്ടായിട്ടുണ്ട് കാര്യം, ബുദ്ധി വേണ്ടേ? പിന്നെ നോക്ക്, വയസ്സല്ല കാര്യം, ഹക്കല് വേണം, ബുദ്ധി, കൽബിലും മുഹബത്തും. എന്തിനാ മമ്മൂട്ടിക്കാനെ പറ്റി ഇപ്പൊ പറയണത്? പറയണ്ടാന്നോ? ഞാൻ എവിടെ വേണമെങ്കിലും വിളിച്ചു പറയും, ഏത് കോടതിയിലും പറയും. ഇനി സുപ്രീം കോടതി അല്ല, അതിനും വല്ല മുനിസിപ്പൽ കോടതിയിൽ വരെ ഞാൻ സാക്ഷി പറയും. കളസാക്ഷി പറയുന്നത് ഏറ്റവും വലിയ കുറ്റ. You know, it's a great crime. They deserve capital punishment at any cost. Yes, ലൂസാക്ക് മോനെ, ലൂസാക്ക്. പടച്ചോനെ, അല്ല എന്റെ കൊട. അമ്മേ, ദാ സലീമയ്ക്ക് ആമനെ വന്നേക്കണോ? നാരായണ അവിടെ സാവിത്രി ഡ്യൂട്ടിയറിലെ പോയിരിക്കുക. അമ്മയോ? അകത്തുണ്ട്. നമുക്ക് താഴെ പോവാം സാവിത്രി. എന്തേ? ആ മാവ് മുറിച്ചു വിറ്റു ആമന. എന്താ ചെയ്യ, ഒക്കെ ഒരു കൂട്ടം യോഗം, അല്ലാതെ എന്താ പറയാ. നാരായണന്റെ കാര്യം ഓർക്കുമ്പോഴാ എത്ര കാലായി എന്റെ ഉണ്ണിയിൽ നിന്ന് നടക്കുന്നു. ഇന്റർവ്യൂ ചെലവ് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അല്പം വൈകിയാണെങ്കിലും നാരായണ ജോലി കിട്ടാതിരിക്കില്ല. ആവോ, ആർക്കറിയാം. എന്നും ഇരുട്ടാണെന്ന് കരുതരുത്. നാരായണനേക്കാൾ 2 വയസ്സേ കുറവുള്ളൂ.
എനിക്കും ജോലിയൊന്നും ആയിട്ടില്ലല്ലോ. പക്ഷേ സലിമിനെ പോലെ അല്ലല്ലോ നാരായണന്റെ സ്ഥിതി. ഇതേപോലെ തന്നെ പോയി മോളെ കാറി കയറിക്കോ. സമാനായി. ഇതല്ലാതെ ഒന്നും തരാൻ എന്റെ കയ്യിലില്ല കേട്ടോ. നല്ലോണം അലങ്കരിക്കുന്നുണ്ടല്ലേ? ആ ശൊങ്കത്തേള് രണ്ടുപേരും കൂടെ ആണല്ലേ വരവ്. ആമിനെ കാണാൻ വന്നതാ. ശരി ഇല്ലേ പൊക്കോ. അപ്പേ ഇങ്ങക്ക് രണ്ടാൾക്കും വേണ്ട ഇതൊന്നും. എന്താ നേരെ ഇങ്ങക്കും ചെയ്താലിക്കായ്ക്കും പെൺകുട്ടികളെ കെട്ടിച്ചു വിടണമെന്നൊരു വിചാരമില്ലേ? പറ്റിയൊരാലോചന വന്നാ പിന്നെ താമസിക്കണമെന്നില്ല. പറ്റിയൊരാലോചന വരട്ടെ കേട്ടാ. പിന്നെ ഉടനെ ഒന്നും വേണ്ടെന്നാ ഇവളും പറയണത്. അത് പിന്നെ അങ്ങനെയല്ലേ. എന്നെ കെട്ടിച്ചു വിടാച്ചാന്ന് ഏതെങ്കിലും പെൺകുട്ടികൾ പറയോ? സമയം അറിഞ്ഞ് വേണ്ടുന്നത് കാരണവന്മാർ ചെയ്യണം. ഇറച്ചിക്കറിയും പെങ്കിടങ്ങളും ഒരുപോലെ നായരെ ചൂടറിയാൽ ആവശ്യക്കാര് കുറയും. അപ്പ കാണിച്ചു തരാം. ഏതാടിറക്കണ കത്തിയാണാവോ പടച്ചോ ഞമ്മക്ക് വെച്ചിരിക്കുന്നത്. ആരാണ് ബാധ ഉണ്ടാക്കുന്നത്? ഓ നീയോ? പെണ്ണ് ഇത്രയും വലുതായിട്ടും കുറുമ്പും കുസറിയത് മാറിയിട്ടില്ല അല്ലേ? ബാപ്പയുടെ പുന്നാര മോളല്ലേ? പുന്നാരം കൂടി എങ്ങനെ ഇരിക്കും? ആ കൊണ്ടുവാ ബുദ്ധൂസേ. കലാരം അമീന ഇതെന്ന് പറഞ്ഞ ഞാൻ എടുത്തോട്ടെ. എന്തിനാ പറഞ്ഞ ആക്കളെ? എല്ലാം നീ എടുത്തോ. മണവാട്ടി മണവാട്ടി ഇവൾ മദനൻ വളർത്തിയ മാൻകുട്ടി, മദനൻ വളർത്തിയ മാൻകുട്ടി, മറിമാൻകുട്ടി.
മോളെ സൂറാവേ, ഇതിനെ എഴുതിയതല്ലാതെ വേറെ വല്ലതും മേടിക്കാനില്ല. മറന്നു പോയിട്ടുണ്ടാവില്ലതും. ഉണ്ട് പാപ്പാ, ദാ വരണ. എഴുതി കൊണ്ടുവാ. ദാ പാപ്പാ, ഇതും കൂടി വാങ്ങിച്ചോ, ഇല്ലെങ്കിൽ അന്നത്തെ പോലെ ബാപ്പ മറക്കും. ഇതെന്താ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്? ഇംഗ്ലീഷ് വരുന്ന ബാപ്പ ഇത് കടയിൽ കൊടുത്തേക്ക്, അവര് തരും. എന്തായാലും ബാപ്പോടി ഒന്ന് അറിയട്ടെ, നല്ല നോക്കി മേടിക്കല്ല. അത് പുതിയ തരം പൗഡറാ. എന്റെ പുന്നാരം മുത്ത പൂവമ്പയത്തിന്റെ ചേലിക്കിരിക്കണ അന്റെ ഈ മുഖത്തിന് എന്തിനാ പിന്നെ ഒരു പൗഡറും പത്രാസും? അനക്കിനി ബാപ്പ മേടിക്കാൻ പോണത് ഒരു നല്ല പുയ്യാപ്പിളേനാണ്. പാപ്പാ. ആ എന്താണ് ബാപ്പയും മോളും കൂടി? ഒന്നും പറയണ്ട എന്റെ ചെറിയാമ്പൂരിയെ. എന്റെ മോള് ഭയങ്കര ഭാഷക്കാരിയാണ്. എന്തെങ്കിലും ഒരു കൽബിൽ വിചാരിച്ചു കഴിഞ്ഞാ അത് നടക്കണ വരേക്കും പടശം വന്ന് പറഞ്ഞാലും കേറിയിരിക്കുന്നു. ഇരിക്കാൻ നേരില്ല. ഞാൻ വന്നത് ഇത് തിരിച്ചേരാനാ. നിങ്ങളോട് നമ്മൾ പൈസ ചോദിച്ചോന്ന്? ഇല്ല, ഇപ്പൊ നിങ്ങളുടെ പോക്കറ്റിൽ തന്നെ വെച്ചോളിന്ന് മോളെ ചാക്കിന് പിടിച്ച. നിങ്ങൾക്കൊരു ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോ നമ്മൾ പലിശ അടക്കം മേടിച്ചോളാന്ന്. ഇതേ മോളെ ചെറിയാമ്പൂരിക്കൊരു ചായ കൊടു. ചായക്ക് പാലില്ലാന്ന് വന്നണ്. ഒരു കാര്യം ചെയ്യും മോളെ, സുലൈമാനി കൊടുക്ക്. എന്തേ മോനെ യൂസുഫേ, ബാപ്പ ചന്തയിൽ പോയിട്ടാ പുറത്തൊന്നും ഇറങ്ങി നടക്കരുതട്ടാ. മറ്റേ സുഹ്റ ഭാഗ്യവതിയാണ്. അതെന്താണ്? ഇത്രയും നല്ലൊരു ബാപ്പയുടെ മോളായിട്ട് ജനിച്ചത് തന്നെ ഭാഗ്യം വെച്ചോളൂ. അങ്ങനെ തോന്നിയത് ബാപ്പ നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് തിരിച്ചു മേടിക്കാത്തോണ്ടല്ലേ? ഓടി അവിടുന്ന് അടിവെച്ചതുണ്ടല്ലോ. എന്താ അവിടെ? ഒന്നുമില്ലേ? അവിടെ ഒരു ആട് നിൽക്കുന്നുണ്ട്. അത് ഏതാടാണെന്നറിയോ? അതാണ് സുഹറയുടെ ആട്. എന്നിട്ട് അവളവിടെ? അവളിപ്പോ വരും ആടിനെ അഴിക്കാൻ. ഓ, ഇപ്പൊ സമയത്രേടാ? 5 മണി കഴിഞ്ഞു. ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരൂ. ആരാ അത്? സതിയോ? മോളെ സാവിത്രി, ആരാ വന്നിരിക്കണ നോക്കൂ. വെള്ളം ഞാനെടുത്ത് തരാം. എവിടെയാ വെച്ചിരിക്കുന്നത്? ആ പാത്രത്തിൽ മൂടി വെച്ചിരിക്കണോ? കാണാറില്ലല്ലോ കുറെ കാലമായിട്ട്. ഓരോ തിരക്കുകളല്ലേ, വീട്ടിലെ പണിയും പിന്നെ സ്കൂളിലെ ജോലിയും അല്ലേ? സ്കൂളിൽ കാര്യമായ പണിയൊന്നുമില്ല. കുറച്ചു കുട്ടികളെ പാട്ട് പഠിപ്പിക്കണം. സംഗീതം കുട്ടിക്ക് പണ്ടേ ഇഷ്ടമുള്ളതാണല്ലോ. പക്ഷെ അത് ജോലിയായപ്പോ രസമില്ലാതായി. ഏതായാലും ഒന്ന് വന്നത് നന്നായി. ഞാൻ ഓർക്കുക, അച്ഛൻ ഇവിടെ കാര്യസ്ഥനായിരുന്ന കാലം. അന്ന് കുട്ടി ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. തമ്പുരാട്ടിയുടെ പാട്ട് കേൾക്കാൻ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ആ കാലമൊക്കെ പോയി എന്റെ കുട്ടിയെ. ആനന്ദ ഹേമന്ത സന്ധ്യകളെ എന്ന് തുടങ്ങുന്ന ആ ഗാനം എത്ര കേട്ടാലും മതിയില്ല. ഇപ്പോഴും അത് കേൾക്കാൻ കൊതിയാവുന്നു. നാക്ക് ശരിക്കും വഴങ്ങാതായിട്ട് എത്ര കാലമായിരുന്നു. കേൾക്കാൻ കൊതി ഇപ്പൊ എനിക്ക് അച്ചോളൂ. കുട്ടിക്കൊന്ന് പാടിക്കൂടെ? ഒന്ന് പാടുകൂട്ടി. ഈ മരുന്നിരിക്കുന്ന മരുന്നേക്കാൾ എത്ര ആശ്വാസം തരുമെന്ന് നിശ്ചയുണ്ടോ? വരിയൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ടോന്ന് അറിയില്ല. അതൊക്കെ നിശ്ചയുണ്ടാവും. ഒരിക്കൽ പാടി മറന്നറിഞ്ഞല്ലേ. തുടങ്ങി വേണ്ടു, ഒഴുകി വരും പോലെ വരും.
ആനന്ദ ഹേമന്ത സന്ധ്യകളെ എന്റെ മാനസ തീർത്ഥത്തിൽ ആടി വരൂ നളിനങ്ങളിൽ സ്വപ്ന നളിനങ്ങളിൽ ഇളക്കിളികളെ പറന്നു വരൂ ആനന്ദ ഹേമന്ത സന്ധ്യകളെ എന്റെ മാനസ തീർത്ഥത്തിൽ ആടി വരൂ നളിനങ്ങളിൽ സ്വപ്ന നളിനങ്ങളിൽ ഇളക്കിളികളെ പറന്നു വരൂ ആനന്ദ ഹേമന്ത സന്ധ്യകളെ പൂവുകൾ ദൃശ്യമാം സംഗീതധാര പോൽ കാവിലെ കാറ്റിൽ ഉലഞ്ഞു പൂമണം കോരി കുടിച്ചു മതിക്കുമീ കാറ്റിൻ കഴലിടർന്നു ദേവി ദേവി നിൻ ശ്രീപദ താരിലേഴും സ്വർണ്ണരേണുക്കൾ കാണിക്കയായി എന്റെ പാണിയിൽ സിന്ദൂരമായി ആനന്ദരേ സന്ധ്യകളേ സന്ധ്യകളേ ഞാവൽ കിളിപാടും ഈ വള്ളിക്കുടിലിൽ ഞാവൽ കിളിപാടും ഈ വള്ളിക്കുടിലിൽ നെയ്വിളക്കേറെ നിറന്നു കാണാക്കുരുവിധം പ്രേമവിലോലമം ഗാനം കുളിരു പകർന്നു കാണാപ്പൊരുവിധൻ പ്രേമവിലോലമം ഗാനം കുളിരു പകർന്നു പോയ ദിനങ്ങൾ തന്നോർമകൾ പിന്നെയും പൂവും പ്രസാദവും തന്നു തെച്ചിപ്പൂവും പ്രസാദവും തന്നു ഉദയമായുണരു നീ ഹൃദയമായുണരു നീ മധുകര ശ്രുതിയൊട് മുരളിക അരുളുക അനുപമ സ്വരലയ ധനിധരി ധനിധരിക നിധരിഗമ ഗമഗ തിഗരിരി സരിത ധരിഗമ തിഗമ സരിഗമ സദ്യ തന്നേൽ ബാക്കിയുള്ളത് ഒഴിഞ്ഞ പോക്കറ്റിൽ നടക്കാൻ നല്ല രസമുണ്ടല്ലേ ഒഴിഞ്ഞ മനസ്സും സലീം ബാംഗ്ലൂർക്ക് പോയോ? ഞാൻ വീട്ടിൽ പോയിരുന്നു. ഇന്ന് എന്തായി? സലീം എന്താ അവിടെയും വഴിക്കിട്ട് വന്നിരിക്ക സുഹൃത്ത്. എന്തിന്? ഇന്റർവ്യൂവിന് വന്ന ഒരു പെൺകുട്ടിയെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് അപമാനിച്ചത്രേ. റിട്ടൺ ടെസ്റ്റിൽ ടോപ്പിലായിരുന്നു. ഹോപ്പ് ഉണ്ടായിരുന്നതാ. സലീം എന്താ ഒന്നും പറയാത്തത്? പെട്ടെന്നുണ്ടാകുന്ന ഒരു ഇമ്പൾസ്, അതുകൊണ്ട് ചെയ്തു പോകുന്ന പ്രവൃത്തി. തെറ്റും ശരിയും നിശ്ചയിക്കാൻ കഴിയില്ല. പിന്നെ ശ്രമിച്ചാൽ എനിക്കൊരു എഞ്ചിനീയർ ആകാം, പക്ഷേ ഒരിക്കലും ഒരു നാരായണാൻ കഴിയില്ല. ശരി എന്നാ വരട്ടെ. കഴിഞ്ഞോടെ നേരെ എനിക്ക് ഗ്രാഫ് കൂടെ വരയ്ക്കണത്രേ. എല്ലാം കഴിഞ്ഞ് അവർക്ക് എന്താ വേണമെന്ന് വെച്ചാൽ കൊടുത്ത് താൻ മില്ലിലോട്ട് വാ. നമ്മൾ അവിടെ ഉണ്ടാവും.
തന്നെ 2 നാളൂ ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. അത് പണ്ടല്ലായിരുന്നോട് വെളിച്ചപ്പാട്. ഇപ്പൊ വണ്ടിയിലേറ്റി നടത്തുന്നതും ഭവാൻ എന്ന വെളിച്ചപ്പാടെ മിക്കവിടെ തന്റെ സംസ്കൃതത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താനുണ്ട്. 2-4 ദിനം കൊണ്ടൊന്നല്ല, 10-24 വർഷങ്ങൾ കൊണ്ടെന്ന് പാട്. തന്നെ പോലെ മനുഷ്യനെ പറ്റിക്കാൻ പിത്തക്കോളുള്ള ശരീരവും പിറപ്പിച്ച് തുള്ളിയും തെറിപ്പാട്ട് പാടിയും ഹിക്കബന്ധ കളിച്ചിട്ടല്ല നമ്മൾ ഈ നിലയിലെത്തിയത്. എല്ലാം കൂടിയ പണിയെടുത്തിട്ടാണ്. രാത്രിയൊന്നും പകലൊന്നും ഇല്ലാതെ കാട്ടിലും കൂപ്പിളിച്ചൊന്ന് അധ്വാനിച്ചിട്ട്. പിന്നെ മേനോച്ച, നിങ്ങൾക്ക് ബുദ്ധിയും ബോധവും ലേശം കുറവാണെന്ന് നമ്മൾ സമ്മതിച്ചിരിക്കുന്നു. പക്ഷേങ്കിലേ ഈ വിവരമില്ലാത്ത വെളിച്ചപ്പാട് പറഞ്ഞിട്ട് നിങ്ങൾ ചിരിക്കരുത്. ഈ കൈ കണ്ട ഈ തയമ്പ് ഒരുപാട് കാലം തടി പിടിച്ചുണ്ടായതാണ്, അല്ലാതെ നേർച്ചപ്പെട്ടിയിലെ കൈയിട്ട് മാറിയതല്ല. ഈ കൈ കൊണ്ട് തടി പിടിക്കാൻ മാത്രമല്ല, വേറെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതിനുള്ള ഹർക്കത്തും ഞമ്മക്കുണ്ട്. പക്ഷെങ്കിൽ ഇപ്പൊ നമ്മളത് ചെയ്യണില്ല. ഓർത്തോളി. കൃഷ്ണനാരെ, അമ്പല കമ്മിറ്റിയുടെ തീരുമാനം കേട്ട? മൂപ്പന്റെ ആനേനെ അവർക്ക് വേണ്ടാന്ന്, ഇസ്ലാമിന്റെ ആനേനെ എഴുന്നള്ളിച്ച വിടക്കാവുന്ന്. ഞാനും കേട്ടു. നമ്മുടെ ആന പൊന്നാനി പോയി തൊപ്പിയൊന്നും ഇട്ടിട്ടില്ല, വേറെ ഒന്നും ചെയ്തിട്ടില്ല. വേണമെങ്കിൽ ഏക്കമില്ലാതെ ഫ്രീ ആയിട്ട് കൊടുത്തേക്കാന്ന് പറഞ്ഞേക്ക്. അനിയമ്മേനാവും അതിന്റെ പിന്നിൽ. അത് നമ്മക്ക് നേരത്തെ തിരഞ്ഞേക്കണം. അവന്റെ പരിപ്പ് എബ്രഹാം മൂപ്പന്റെ അടുത്ത് വേവൂല. പോയി പറഞ്ഞേക്ക്. നമ്മുടെ കേസ് അയാൾക്കെതിരെ വിധിയാവുമെന്ന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാവും. അതാണ് നായരെ. കാര്യം വെറും ഒരു നായരാണെങ്കിലും കിഷൻ നായർക്ക് പുത്തിയും കേട്ടാ. അതിന് ആനയെ വെറുതെ തരണ മൂപ്പം വരണത്. അതൊന്നും വേണ്ട തിരുമേനി. വെറുതെ തരാമെന്ന് പറഞ്ഞാലും ഒരു മുസ്ലിമിന്റെ ആനയെ നമുക്ക് വേണ്ട. അതിനെന്താ കുഴപ്പം? ആന ഇറച്ചി മീനൊന്നും കൂട്ടില്ലല്ലോ. എടോ, ആന ഇറച്ചി മീനും കൂടണല്ല പ്രശ്നം. ഇതെല്ലാം കൂടുന്ന ആൾക്കാരുടെ ആനയാണ്. അതാ പ്രശ്നം. അതെ, പിന്നെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ തന്നെ ഈ കടത്തിലായ കമ്മിറ്റിയെ കുറിച്ച് ലാഭം കിട്ടുന്ന കാര്യമല്ലേ? പിന്നെ ഈ ജന്തുക്കൾക്കുണ്ടോ ആദ്യം അതൊക്കെ? പ്രശ്നം അതല്ല. മൂപ്പന്റെ ആന നല്ല തലയെടുപ്പുള്ള ആനയാണ്. അത് തന്നെയാണ് ഞാനും പറയാറ്. അതല്ലടോ കാര്യം. അതിന് കോലം കൊടുക്കേണ്ടി വരും. ഒരു മുസ്ലിമിന്റെ ആനപ്പുറത്ത് തന്നെ വേണോ ദൈവയുടെ തിറമ്പേറ്റാൻ? തിറമ്പേറ്റൽ എന്താ കുഴപ്പം? കുഴപ്പമുണ്ടല്ലോ. ഞാൻ വെളിച്ചപ്പാടായിരിക്കുന്നിടത്തോളം കാലം മൂപ്പന്റെ ആന ഇവിടെ തിറമ്പേറ്റില്ല. തിറമ്പേറ്റില്ല. നിങ്ങൾ നിങ്ങളോട് അവനെ മിണ്ടാതിരിക്കാൻ. എന്താ ഇവിടെ ഒരു ബഹളം? ഒരു മുസ്ലിമിന്റെ ആന ഹിന്ദുവോ മുസ്ലിമോ എന്നതാണ് പ്രശ്നം. അമ്പലത്തിനകത്തെ കാര്യങ്ങളല്ലേ നമുക്കുള്ളൂ. പുറത്തെ കാര്യങ്ങൾ നിങ്ങളൊക്കെ കൂടി തീരുമാനിക്കല്ലേ നല്ലത്. അഭിപ്രായം ആർക്കും പറയാമോ? എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. സൂര്യൻ പൊട്ടി പിളർന്നു പോയ അണ്ഡം. ബ്രഹ്മാവ് അതിന്റെ 2 ഖണ്ഡങ്ങളും ഓരോ കയ്യിലെടുത്തു. എന്നിട്ട് വേദമന്ത്രം അങ്ങോട്ട് ഉരുക്കഴിക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിന്റെ വലത് കൈയിൽ നിന്ന് അഷ്ടദിഗ്ഗജങ്ങളും ഇടത് കൈയിൽ നിന്ന് 8 പിടിയാനകളും ഉണ്ടായി. അവയുടെ സന്തതി പരമ്പരകളാണ് ഇന്ന് കാണുന്ന ഈ ആനകളെല്ലാം. അപ്പൊ ആന ഹിന്ദു തന്നെ? അതെ, ആന ഹിന്ദു തന്നെ. നല്ലോണം പള്ള നിറച്ച് തിന്നോടാമനെ. നമ്മുടെ ഗോപാലൻകുട്ടിക്ക് ലേശം ക്ഷീണമുണ്ടോ? ഉണ്ടോ ഗോപാനെ? ഏയ്, തൃപ്പൂണിത്തുറയിൽ ഇതുവരെ നടന്നില്ലേ? ഇനി എവിടേക്കായിരുന്നല്ലോ ഇപ്പൊ? നേരെ തൃക്കുമാരകൂടം, പിന്നെ ഇടമുട്ടം, കിഴിയത്ത്, അത് കഴിഞ്ഞ് ആറാട്ടുപുഴ. അവർക്കൊന്നും ഇല്ലേടോ ഹിന്ദുവും മുസ്ലിമും? അത് കഴിഞ്ഞാ പിന്നെ ഇവിടുത്തെ ഉത്സവമായി. ഇവിടെ വേറെ ഏതൊക്കെ ആനകള്? ശങ്കരൻകുളങ്ങരയുണ്ട്, മംഗലംകുന്നുണ്ട്. കിടമ്പ് ഗോപാലൻകുട്ടിക്ക് തന്നെ കിട്ടില്ലേടോ? അതിപ്പോ മംഗലംകുന്നിന്റെ അത്രയ്ക്ക് വരുമോന്ന് സംശയ. പിന്നെ ആ നേരത്തെ മസ്തകം പൊക്കുന്നതനുസരിച്ചിരിക്കും.
ആരായത്? പുതിയ പിള്ളയും പുതിയ പെണ്ണോ? വരി വരി. കദീശ, മക്കൾ വന്നിരിക്കണേ. മോളെ യാത്രയെല്ലാം സുഖമായിരുന്ന? മോനകത്ത് വാ. അലാവുദ്ദീന്റെ മാണിക്യ കൊട്ടാരത്തിലോ അതോ പേഴ്സ്യൻ സുൽത്താന്റെ പൂന്തോട്ടത്തിലോ? എന്താണ് സൂറ? ഒന്നുമില്ല. ഇന്ന് ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. ഇന്നീ മുഖത്ത് എത്രാം രാവിലെ ചന്ദ്രനാണ്? 14 18? സൂറ, സൂറ, അയ്യോ, അങ്ങോട്ടേക്ക്. എടി സൂറ. മാമ, സൂറ. ആ, നീ എന്തൊക്കെ വരെ? മാമ എന്തേ? പുറത്തോട്ട് പോയി. എപ്പോഴാ വരിക? അറിയില്ല. ബാപ്പയും മോളോട് ഞമ്മളെ കുരം കളിപ്പിക്ക? ഞമ്മക്കിന്ന് രണ്ടെണ്ണം അറിയണം. എന്താ? എന്താന്നാ? നീ ഞമ്മളെ കെട്ടുമല്ല? നീ കുറച്ചു മുമ്പ് പറഞ്ഞല്ലേ? അപ്പോ നീ ഞമ്മളെ കെട്ടൂല? ഇല്ല. ഇല്ലേ ബലാലെ? ഇല്ല. ഇല്ലേ? ബാപ്പാ, ഉണ്ടാണ്ടി നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് വിട്. വിടണ. താൻ എവിടെ പറഞ്ഞത് കണ്ടില്ലേ? അകത്തുനിന്ന് ഒരു ബാല്യക്കാരത്തി മാത്രമുള്ള കുടിയിൽ തനിക്കെന്താ കാര്യമൊന്ന്? സുഹറ എന്നെ കല്യാണം കഴിക്കുമോ എന്ന് അറിയാൻ വന്നതാ. എടാ നമ്പൂരിച്ചക്ക, വല്ലാണ്ട് കയറി പറയണ്ട. കന്നാലിലെ മാത്രമല്ല, അന്നപ്പുറത്ത് കള്ള കാഫറുകളെ കഴുത്ത് വെട്ടാൻ ഞമ്മ പഠിക്കൂല. വെട്ടണം, കഴുത്ത് നിന്ന് വെട്ടണം. കഴുത്ത് വെട്ടിയാ തല മുളയ്ക്കുന്നവരവര് കള്ളസാക്ഷി പറയൂല. സൂറ, സൂറാവേ, സൂറ. ഇവളെവിടെ പോയി? ദുനിയാവിന്റെ മോന്തായത്തില് പടച്ചാമ്പരാൻ തീ കോരിയിട്ടേക്കാണെന്നാ തോന്നണേ. എന്തൊരു വെയില. യൂസുഫന്തിയെ അപ്പുറത്തുണ്ട്. ആ കദീഷ്ടാത്ത നിന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങാടി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ പാപ്പ? ആമിനാടെ മാപ്പിള പേർഷ്യ പോയേക്കാനില്ല. ഓലവിടെ ഉണ്ട്. പലതും മുണ്ടിയും പറഞ്ഞിരിക്കാനായിരിക്കും. നിനക്കെന്ത് പറ്റി? എന്താ പോലെ എന്റെ മുഖത്തൊരു ബാട്ടം? ഒന്നുമില്ല പാപ്പ. എന്നാലും ഒന്നുമില്ല. ആ, കൂട്ടുകാരത്തിന് നിക്കാഹ് കഴിഞ്ഞ കാരണം കൊണ്ടാണല്ലേ? മോള് വിഷമിക്കണ്ടാട്ടാ. മോക്കടെ നിക്കാഹും ബാപ്പ നല്ല പൊടിപ്പനായിട്ട് വേഗം നടത്തി തരും. മമ്മൂട്ടിയുടെ കാശ് കൊടുക്കാനുള്ള ഏർപ്പാടൊക്കെ നമ്മൾ ചെയ്തേക്കണ്. ആ ഇതാര് ടീച്ചറാ? വാ ബാ. എന്തൊക്കെയുണ്ട് ടീച്ചറെ വിഷയം? ഉത്സവത്തിനൊന്നും പോയില്ലേ? പോവാണ്. സുഹറ ഒന്ന് വിളിക്കാൻ കരുതി. നല്ല കാര്യം. ഓളെ ഏതാണ്ടൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കേന്. കൊണ്ടുപോയി ബേലയും പൂരൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക്. സൂറാവേ, മക്കളെ ഓടുക. കത്തലുവ, വെളുത്തലുവ, ചൊമ്പലുവ, ഈന്തപ്പഴം. നീ പുറത്ത് നിന്ന് ബോറടിച്ചല്ലേ? വാ. അലുവയ്ക്ക് എന്താ വില? 20 രൂപ, 30 രൂപ, 35 രൂപ. അപ്പോ നല്ല മധുരം ഉണ്ടാവും ഇല്ലേ? താൻ എന്നെ മോട് ലൈൻ അടിക്കാൻ വന്നതാ അതോ അലുവ മേടിക്കാൻ വന്നതാ? ഒന്ന് പോട പൊട്ട തമ്പൂരി. ഞാൻ ചൂലം. മേളം തീരാറായി. നല്ല രസമുണ്ടല്ലേ സാർ? ഗുരുവായൂർ ശിവരാമനും പാർട്ടിയാണെന്ന് അച്ഛൻ പറഞ്ഞത്. എന്ത് കിട്ടി സൂറ? ഒന്നുമില്ല. നീ ഇങ്ങനൊന്നും അല്ലല്ലോ.
കഴിഞ്ഞിട്ട് പോവാം. വാ, നമുക്ക് എന്തെങ്കിലും വാങ്ങാം, ഉത്സവത്തിന്റെ ഓർമ്മയ്ക്ക്. ഇനി അടുത്ത കൊല്ലാലേ ഉത്സവം ഉണ്ടാവുള്ളൂ. അപ്പോഴേക്കും ആരൊക്കെ എവിടേക്കെന്ന് ആർക്കറിയാം സുഹറ. ഇഷ്ടംപോലെ അലുവ തന്നിട്ട് പോവാ. പൊടി പൊടിക്കണ്ട്. ആരും നോക്കിയ തമിഴ് കാണാം കണ്ടേ. രണ്ടാളും ഉണ്ടല്ലോ. നാട്ടിലെ ഒരു ഉത്സവം വിട്ടില്ലല്ലേ? ഓ, എന്താ ജമ, ആനപ്പുറത്തിരിക്കുമ്പോ ഭൂമിയിലുള്ളവരൊരു നോട്ടം കൂടിയില്ല. കണ്ടു അല്ലേ? ഏതെങ്കിലും ഒരു കോലത്തിന്റെ പിന്നിൽ മറിഞ്ഞിരിക്കാൻ വെച്ചാ ജനം അതും കണ്ടുപിടിക്കും. പ്രശ്നം അതല്ല സതി, കുറച്ച് ചില്ലറ കൈ വരും. ശരി, ഓഫീസിൽ പോയി ഇപ്പൊ തന്നെ അത് കൈയോടെ വാങ്ങട്ടെ. ആ, കുറച്ചുകൂടി നിന്നാ ഒരുമിച്ച് അങ്ങോട്ട് പോവാ. സുഹറ എപ്പോഴും പറയുന്നത് ആശുപത്രി പോണ്ടെന്നാ. ഓലോട് തമാശ കളിക്കാണ്ട് വേഗം വരാൻ പറ. അന്നമ്മച്ചേർത്തി കൊണ്ടുവന്നോളൂ. സേതാലൊക്കെ കയറിക്കോ. എന്താ കരുതി? എന്തേ? എന്റെ ഈശോയെ, എന്തെങ്കിലും പറയണേ? നിങ്ങൾ കാര്യം പറയുന്നേ? ആശുപത്രി പോണ്ട, പോയിട്ട് കാര്യമില്ല. പിന്നെ അവള് സുഹറ, അവൾക്ക് വയറ്റിലുണ്ട്. എന്നെ പുല്ലാഴ്ച നമുക്ക് പറയിപ്പിക്കും. ഇവളെ തൊട്ടാ കൊല്ലും ഞാൻ. ബാപ്പാ, ബാപ്പ എന്തിനാ കരയുന്നേ? കരയണ്ടാട്ടാ. എടാ മോനെ, സോക്കേടാ അനക്കല്ലടാ, എന്റെ ബാപ്പ കണ്ട മോനെ. റബ്ബേ,
എത്ര അടിച്ചിട്ടും ആരാന്ന് പറഞ്ഞില്ല എത്ര അവള്. എന്തിനായിരിക്കലേ? ഞമ്മക്കറിയാലോ ആരാന്ന്. ആരാ പോയില്ലേ ആള്? ആരായിട്ടെന്താ? നമ്മൾ എത്ര പ്രാവശ്യം കണ്ടിരിക്കണു ഓനും ഓളും കൂടി കുഴഞ്ഞു മറിയണേ പാടത്തും പറമ്പത്തും കുന്നും മോളിലും. ആരാന്ന് പറയണ്ടോ താൻ? ഓൻ അല്ലാണ്ടാര്? ആ ചെറിയമ്പൂരി. താൻ വെറുതെ ഓരോന്ന് പറഞ്ഞിണ്ടാക്കണ്ട. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. വെറുതെ പറഞ്ഞാലോടോ, നമ്മളെ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാ. ചെറിയ അമ്പൂരി അങ്ങനെയൊക്കെ ചെയ്യൂ? നയ്യായിരിക്കും. അല്ല പിന്നെ ഏതായാലും ഓൻ വരുമ്പോ ഇവിടെ ചിലതൊക്കെ നടക്കും. ആര്? മമ്മൂട്ടി. പിന്നെ മമ്മൂട്ടി ചെറിയ അമ്പൂരിനെ എന്ത് ചെയ്യുമെന്ന് കളി പറയണേ. കാണാലോ. ഇയാളിപ്പോ ഇങ്ങനെ കളിച്ചതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. എന്നെ പട്ടിന്ന് വിളിച്ചതാ. തീപ്പെട്ടി നിർത്ത സേതാലിക്ക. തീപ്പെട്ടിയെ ഇതിലൊരു വെള്ളിയുള്ളല്ലോ. ഈ ദുനിയാവ് മുഴുവൻ ചുട്ടുകരിക്കാൻ ആ ഒരു വെള്ളി മതി. ഇത് ഞാനെടുത്താ പിന്നെ ഇവിടുത്തെ ആവശ്യത്തിന് വേണ്ടേ? മറ്റുള്ളവരുടെ കാര്യം നോക്കണ്ട, അവനവന്റെ ആവശ്യം നടക്കട്ടെ. ചെറിയമ്പൂരി, നമ്മളൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ബെരലോണുള്ള കാലം മുതലേ നമ്മൾ നിങ്ങൾ കാണാൻ തുടങ്ങിയതാ. നിങ്ങൾ എപ്പോഴും ഇവിടെ ഭാര്യയും പോവുകയും ചെയ്യണമുണ്ട്. ഇന്ന് വരെ നമ്മൾ നിങ്ങളോടൊന്നും മുണ്ടിട്ടില്ല. ഇന്ന് നമ്മളൊരു കാര്യം പറയണ്, ഇനി നിങ്ങളിവിടെ വരരുത്. ചെറിയമ്പൂരി, നാട് മുഴുവൻ സംബന്ധമായി നടന്ന നമ്പൂരിമാര് നിങ്ങളുടെ ഇല്ലത്തുണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് അവരാരും ഇസ്ലാമികളുടെ കുടിയിൽ വന്നിങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഓളൊരക്ഷരം മിണ്ടണില്ല. നെലൂളി എന്നെ നെലൂളി. എന്നാലും എന്റെ ചെയ്താലക്ക നിങ്ങൾ വല്ലാത്ത ഒരു മനുഷ്യൻ തന്നെ. എന്താ സൂര്യയുടെ മേലുമേ കാണുന്നത്? അതിന്റെ പെറ്റാള ഉണ്ടായിരുന്നു നിങ്ങൾ ഈ പണി ചെയ്യാറുന്നോ? നിങ്ങളെന്താ ഒന്നും മുണ്ടാണ്ടിരിക്കുന്നത്? നമ്മൾ എന്ത് മുണ്ടാൻ? ആ ഇതായി ഇപ്പൊ പുകില്. ചെയ്താലക്കാരുന്ന് കരയണത് കാണുന്നില്ലേ? എന്തെങ്കിലും പറഞ്ഞൊന്ന് സമാധാനിപ്പിച്ചോടെ നിങ്ങക്ക്? പടച്ചോനെ, മാമാ, ഞമ്മളീ കേട്ടത് നേരാണാ? ചോദിച്ചത് കേട്ടില്ലേ? നേരാണെന്ന്. നീ ഒന്നും മുണ്ടാണ്ടിരിക്കും മമ്മൂട്ടി. ഞമ്മൾ ചോദിച്ച മാമാടാണ്. നേരാണാ? ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റൂല. ഓളോട് ചോദിച്ചിട്ടാണ് കാര്യം. നിക്കടുക്ക എവിടേക്കാ? നിങ്ങൾ ബൈന്ന് മാറ്. മാറില്ലാത്താല മാറാൻ നമുക്ക് നല്ലത്. ഇല്ലെങ്കിൽ നീ ഞമ്മളെ പിടിച്ച് മൂക്കി കെറ്റോ? ഒന്ന് പോടേക്കാ. ഒരു മനുഷ്യനെ ഓളയടിച്ച് ചമ്മന്തി ആക്കിയേക്കണ്. ഇനി എന്റെ വക ഒരു ചോദ്യം കൂടി വേണ. ചമ്മന്തിയൊക്കെ ഓളും എല്ലാം പറഞ്ഞ ആരാണെങ്ങൻ? പറഞ്ഞില്ലെങ്കിൽ വേണ്ട. ഇങ്ങക്ക് തിരിഞ്ഞ ആരാന്ന്? എന്നാ ഞമ്മക്ക് തിരിഞ്ഞേക്കണം. ആരാ? ഇങ്ങക്ക് കേൾക്കണ പറേ മാമാ. ഇങ്ങളും കേട്ടോളി, ഇത് ചെയ്ത ഓനാ ആ ചെറിയമ്പൂരി. ഉണ്ടാണ്ടിരിക്കും മമ്മൂട്ടി. വല്ലം പറഞ്ഞ് കുഴപ്പമുണ്ടാക്കണ്ട. വെല്ലം പറയേ. അന്തി മോന്തി ഇല്ലാണ്ട് കള്ള കാഫറിങ്ങൊക്കെ പെരെ കയറ്റുമ്പോ ഓർക്കണമായിരുന്നു മാമാ. ഇനിയിപ്പോ നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെങ്കിൽ ഒരു കാര്യങ്ങൾ കേട്ടോളി, ഓനെ നമ്മൾ തുണ്ടം തുണ്ടമാക്കും. മമ്മൂട്ടി ഓണം പറഞ്ഞോളി. രണ്ടു ദിവസമായല്ലോ പ്രസന്ന ക്ലാസ്സിൽ വന്നിട്ട്.
എക്സാം അടുത്ത് വരികയല്ലേ, എന്തു പറ്റി? അമ്മ പറഞ്ഞു ഇനി ട്യൂഷന് പോണ്ടാന്ന്. ആരാടി അവിടെ? പ്രസന്ന എന്താ ട്യൂഷൻ ഇടാത്ത? ഒന്നുമില്ല. പിന്നെന്താ? ഇവക്കേ സുഹരേക്ക് 2 വയസ്സേ കുറവുള്ളൂ തിരുമേനി. പലതും കേൾക്കുന്നുണ്ട്. നാരായണ അണ്ണ എല്ലാരും പറയണേ. എന്താ പറഞ്ഞൂടെ? സതിയുടെ മനസാക്ഷിയോട് തന്നെ ചോദിച്ചോളൂ. എന്റെ മറുപടി അവിടുന്ന് കിട്ടി. മറുപടി എനിക്ക് കിട്ടിയിരിക്കണോ? നാരായണൻ അത് ചെയ്യില്ല. ആരെന്ത് പറഞ്ഞാലും എനിക്ക് വിരോധമില്ല. ഏട്ടന്റെ പേരാ എല്ലാരും പറയണേ. ഈശ്വര, ഇനി എന്തെല്ലാം കുഴപ്പങ്ങളാ ഉണ്ടാവുമോ? ഇല്ല, എന്റെ കുട്ടി അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല. അങ്ങനെ അങ്ങോട്ട് ഉറപ്പിച്ചു പറയാൻ വഹിക്കോ? ഏട്ടൻ വരുന്നുണ്ട്. അച്ഛൻ ഇതിനെ പറ്റിയൊന്നും ഇപ്പൊ ചോദിക്കണ്ട. ഇതാരും പോസ്റ്റ് വേണോ? നിങ്ങൾ ചോദിച്ചാ വേണ്ടേ? എന്താണ്? ആളില്ലാത്ത മണി ഓർഡർ സീതന്റെ വീട്ടിൽ ഓർഡറുണ്ട്. ചെന്നാ കിട്ടും. പോട്ടെ, നമുക്ക് പോയി ഇത് വാങ്ങിക്കാം. മയിലാരെ ഞാനത് വാങ്ങും. നീ വാ. അല്ല, ഇവിടെ ആരുല്ലേ? സുറാ, ശങ്കർലാല, ശങ്കർലാലോ, ഗോപാലാല, മോഹൻലാൽ ഒന്നും അല്ല മോനെ. അങ്ങനെയല്ല, ഞാൻ എന്റെ വാപ്പനെ തെരഞ്ഞു വന്നതാണ്. ആരുമില്ലേ? സൈതാലി, സൈതാലി, അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. മര്യാദയിരിക്കും. കൊറേ ദിവസമായി ഇങ്ങോട്ടൊക്കെ വരണമെന്ന് വിചാരിക്കുന്നു. കൂടണ്ടേ? പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങള്? ഇതിലും മുന്തിയൊരു വിശേഷം ഇനി എന്താ നമുക്ക് വരാനുള്ളത് മൊയ്ലിയാരെ? ഇനിയിപ്പൊ എന്താ ചെയ്യ? മൊയ്ലിയാരെ എന്നെ പറ. ഇതിനിപ്പോ ആലോചിക്കാൻ എന്തിരിക്കുന്നേ? ഇതിന് കാരണക്കാരാരാന്ന് വെച്ചാ ഓനെ കണ്ടുപിടിച്ച് ഓനെ കൊണ്ട് സൂറിനെ കെട്ടിക്കുക. അതല്ലേ വേണ്ടേ? പറയുമ്പോ എളുപ്പമായി മൊയ്ലിയാരെ. ആ ചെറിയ അമ്പുരാന്നല്ലേ എല്ലാരും പറയണേ. ഛേ, ആരാണ് എല്ലാരും? അല്ലടോ, അതൊന്നും അല്ല. പിന്നെ ആരാ? ആളാരാന്നൊന്ന് പറയണ്ട മൊയ്ലിയാരെ. ആളാരാന്ന് പറഞ്ഞാ ഓന് കോളെ കെട്ടിച്ചു കൊടുക്കുവോ? കൊടുക്കണം, അതാണ് അന്തസ്. നിങ്ങൾ പറയുന്നത് അതെ, സൂറിനോട് ചെന്ന് ചോദിക്കണ്ട. ആള് നമ്മളാണ്. നേര് അതൊക്കെ നമ്മളെ വിശ്വാസല്ലേ? ഞാൻ അവളെ കെട്ടും. നമ്മളാണ് ആളെ. നിങ്ങൾ എന്തെന്ന് പറഞ്ഞാൽ ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റൂല. ഇത് നമ്മളെ ദീന്റെ അഭിമാന പ്രശ്നമാണ്. നിങ്ങളൊന്ന് അടങ്ങിയിരിക്കും മൊയ്ലിയാരെ. അടങ്ങിയിരിക്കും വെറുതെ ഇരിക്കുന്നു പറഞ്ഞാൽ പറ്റുമോ? പ്രഷർ ഉണ്ടായിട്ട് 2-3 ആഴ്ചയായി. ഇതുവരെ പള്ളി കമ്മിറ്റി ഒരു തീരുമാനം എടുത്താ? ഓനാണെങ്കിൽ നെഞ്ചു വിരിച്ച് അടക്കുക. ആ നാരായണ നമ്പൂരി തന്നെയാണ് കാരണക്കാരൻ. നിങ്ങളോട് ആരാ പറഞ്ഞത്? വലിയ ആളാണ് കേട്ടോ. അന്റെ എന്റെ വാപ്പന്റെ കേസേ നമ്മളടുത്ത് 100 എണ്ണം വലിയാരെ നമ്മക്കും അറിയാം. നമ്മളെ കൊണ്ടത് പറയിക്കണോ? നിങ്ങളോട് പറയാം. അതെ,
നമ്മൾ ഇവിടെ തമാശ പറഞ്ഞിരിക്കാൻ വന്നല്ല, സോറിന്റെ കാര്യം പറയാൻ വന്നാ അത് തീരുമാനിക്കേ. അതാ ഒന്ന് അടങ്ങിയിരിക്കുന്നുണ്ട് ഞങ്ങള്. ഒച്ചയും ബഹളം ഉണ്ടൊക്കെ എങ്ങനെ കേൾക്കാൻ പറ്റണേ? ആ ഇനി നീ പറയൂ, ആരാ നിന്നോട് പറഞ്ഞു തെറിയും പുരിയാണെന്ന്? എല്ലാവർക്കും തിരിഞ്ഞിക്കണ്, അത് മൂപ്പന് മാത്രം തിരിയൂല. അങ്ങനെ തൊള്ളി തോന്നിയോണം പറയേണ്ട കാര്യമല്ലത്. രണ്ട് സമുദായങ്ങൾ തമ്മിൽ ബാക്കുണ്ടാണ് കാര്യമാണ്. സോറ് പറഞ്ഞു ഞങ്ങളോട്. പറഞ്ഞു എന്നാ നമ്മൾ ചോദിക്കുന്നത്. എന്താ ആരും ഒന്നും മിണ്ടാത്തത്? വേറെ ആരും പറഞ്ഞിട്ട് കാര്യമില്ല, സോറ് തന്നെ പറയണം. എന്നാ നിങ്ങളെല്ലാം പോയി ഓളോട് ചോദിക്കേ. എല്ലാരും വേണ്ട, മൊയിലാരോ ചോദിക്കട്ടെ. അല്ല, ഞാൻ ശരിയാവില്ല. കാരണം ഈ കാര്യത്തിന് ഈ മഹലിൽ മൂപ്പം പോവാണ് എന്നെക്കാര്യം നല്ലത്. അത് പറഞ്ഞപ്പോ മൂപ്പനെന്താ മിണ്ടാത്തെ? നിങ്ങൾ എന്തായി പറയണത്? ഇതിനൊക്കെ ഒരു സാവകാശം വേണം. എടുത്താ കടിച്ചാ മരിച്ചാൽ ശൈലിക്ക് പറ്റില്ല. മൂപ്പൻ ഉരുണ്ട് കളിക്കുന്നതിന്റെ കാര്യം നമുക്ക് പിടികിട്ടിയിരിക്കണേ. ഓള് മൂപ്പന്റെ പേര് പറഞ്ഞെങ്കിലോ? ദേ ചെയ്താലൊക്കെ നിങ്ങളൊരു വാക്ക് മുണ്ടിയാ മതി. ആ ചെറിയ മുമ്പിൽ നമ്മളെല്ലാം കൂടി ഇവിടെ കൊണ്ടുവരും ഇങ്ങളെ മുമ്പില്. എന്നിട്ട് ഓണക്കൊണ്ട് സൂറാനെ കെട്ടിക്കും. കാണണം നിങ്ങൾക്ക്? അതൊക്കെ കുഴപ്പമല്ലേ സിദ്ധിക്കേ? കുഴപ്പമാണെങ്കിൽ അടുത്ത് കുഴപ്പമാണോ? എന്നാലേ ഓരോ പാഠം പഠിക്കുള്ളൂ. നമ്മളെ വീടുള്ളൂല്ലേ പെൺകുട്ടികൾ. നിങ്ങളെന്താ ഒന്നും മിണ്ടാത്ത സേതാലിക്ക? അതിന് ഞമ്മക്ക് എന്താണ് ഓന്റെ സമ്മതം? നമ്മളെ സമുദായത്തിനല്ലേ മാനക്കേട്? അങ്ങനെ പറ പോലെ. ആദ്യം എന്നെയാ പറഞ്ഞത്. ഇനിയിപ്പോ സേതാലിക്ക ഒന്ന് അങ്ങനെ കേട്ടോളി. ഇക്കാര്യത്ത് ഇങ്ങനെ സമ്മതം ഒന്നും നമുക്ക് വേണ്ട. നമ്മളെല്ലാം കൂടി ഓനെ പിടിക്കാൻ പോവാണ്. സിദ്ധിക്ക പറഞ്ഞാണ് എന്റെ ശരി. വല്ലടാ സാരമില്ല, ചെറുപ്പല്ലേ എന്ന് വെച്ച് പിടിച്ചങ്ങോട്ട് കെട്ടിക്കെന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ പിന്നെ ഇവിടെ. അതാ ഞാനും ചോദിക്കണത്. ടോം എന്നെ ഒരു കൂട്ടർ പിടിച്ച് കെട്ടിക്കോന്നും പറഞ്ഞു നടക്കണു, ഒരു കൂട്ടർ കൊല്ലുവെന്നും. നാരായണൻ ഒന്നുകൊണ്ടും പിടിക്കണ്ട. ഞങ്ങളൊക്കെ തന്റെ പിന്നിലുണ്ടാവും. എന്റെ പിന്നിലോ? എന്തിന്? നമ്മളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നല്ല നല്ലത്. ആരാ ഈ നമ്മള്? നമ്മള് എന്ന് വെച്ചാ ഹിന്ദുക്കള്. ആരാ അവിടെ? ആ അനിയമ്മയോനും കൂട്ടുക. ഉച്ചത്തിലൊക്കെ സംസാരിക്കണ്ടല്ലോ, എന്താണാവോ? ഏട്ടനെ സഹായിക്കാന്ന് പറഞ്ഞ് വന്നിരിക്കുക. സഹായിച്ചില്ലെന്നും വേണ്ടില്ല. ആരും എന്റെ ഉണ്ണിയെ ദ്രോഹിക്കാണ്ടിരുന്നാ മതിയായിരുന്നു. നാരായണന്റെ അഭിപ്രായം എന്താ? എനിക്ക് വേണ്ടി ആരും ബുദ്ധിമുട്ടണ്ട. സഹതാപത്തിന്റെ പേരും പറഞ്ഞ് മേലിൽ ഇവിടേക്ക് ആരും വരണമൊന്നുമില്ല. നാരായണ, ഇത് വ്യക്തിയുടെ മാത്രമല്ല, ഒരു സമുദായത്തിന്റെ മൊത്തം പ്രശ്നമാണ്. അതുകൊണ്ട് ഞങ്ങളെല്ലാം തന്റെ കൂടെ ഉണ്ടാവും. അത് പറയാനാ വന്നത്. ആദ്യം മിത്രങ്ങളെയും ശത്രുക്കളെയും തിരിച്ചറിയാൻ പഠിക്കാത്താൻ പഠിപ്പ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലടോ. അല്ല, സ്വജാതി സ്നേഹം കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എന്നോട് പരിവച്ചിട്ട് ഒരു കാര്യമില്ല. ഉള്ള കാര്യം ഞാൻ തുറന്നു പറയും. എന്നാ ഇറങ്ങട്ടെ. ഏതായാലും ഞങ്ങൾ ചിലത് തീരുമാനിച്ചു കഴിഞ്ഞു. ഒന്നുകൂടി ആലോചിച്ചാൽ തനിക്കും ബോധ്യവും ഞങ്ങളുടെ വഴിയാ നല്ലതെന്ന്. ആ, ഒന്ന് ചെയ്യാലേ ഒന്നിന് വളാവൂ, അത് മറക്കണ്ട. ആടോ മൂപ്പനായിട്ടുള്ള മത്സരത്തിൽ മെന്ന് കൂടെ നിൽക്കാൻ ആള് വേണം, അത്ര തന്നെ. അഭിമാന്റെ മോനല്ലേ? അതെ, സൈതാലിയുടെ പെങ്ങടെ മോനും. മോനോട് പറഞ്ഞോളും, സൂക്ഷിച്ച് നടന്നോളാം. സൈച്ചേച്ചി പോയാ? എന്താണ്? സുഹൃത്തെ പറഞ്ഞേ ഒന്നും കൂടി ചെല്ലാൻ ഇന്ന് രാത്രി ആരോടും പറയണ്ടെന്നും പറഞ്ഞാൻ കിട്ടാ.
ആരാ അത്? അത് ശരി. ഞാൻ പറഞ്ഞാലേ കുറെ ദിവസമായി എന്നെ ബല വെച്ച് നടക്കാറുണ്ട്. കൈയെടുക്കും കുട്ടി. അങ്ങനെ വിട്ടാ പറ്റുമോ? നാട്ടുകാരുടെ മൊയ്യ മുമ്പിൽ എന്നെ കാണിക്കണ്ടേ? കൈ എടുക്കാൻ. വീട്ടിൽ പോ. എന്താ വന്നിക്കണ തമ്മിച്ചല്ലേ? ചെറിയപുരി നിങ്ങൾ പോ. നിന്നിട്ടല്ലേ പറഞ്ഞോ മമ്മൂട്ടി പോവാൻ? പൊരിഞ്ഞതല്ല നടന്നു അത്രേ. പാതിര സമയമല്ലേ? എന്തൊക്കെയാ അവിടെ നടന്നതെന്ന് കർത്താവിന് മാത്രമേ അറിയാൻ പറ്റൂ. കരാട്ട വരെ എടുത്ത് പ്രയോഗിച്ചെന്നാ കേട്ടത്. എന്തായി ഇന്നിപ്പോ എനിക്ക് സംശയമുണ്ടോ? സോറിനടുത്ത് കൊണ്ടാൻ വേണ്ടി ഒപ്പിച്ചതാരാന്ന്? ഒരു ചെറിയ വക്കീല് ഓൻ പിന്നും ചെറുങ്ങനെ പാലയാൾക്ക് പാർത്തും പതിക്കും. മമ്മൂട്ടി എന്നിട്ടേ ഇങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് ഒരൊറ്റ പിടുത്താണ് കൊങ്ങക്ക്. പിടുത്തം എന്ന് പറയാ എമ്മാതിരി പിടുത്തം. ഞാനല്ലേ ഇത് കണ്ടത്. അല്ലോ പിന്നെണ്ടായ ഒരു പുകില് പറയണോ? പാവം ആ വല്യമ്പൂരിനോർത്ത് വിട്ടതല്ലേ. അതെ ഞാൻ പറഞ്ഞതാണ്. അത് മറിക്കടാ. എന്താ സത്യം പറഞ്ഞാൽ ഇക്കാലത്ത് ചിലർക്ക് ജയിക്കൂല. എന്താ സതിയില്ലേ? എന്താ? എന്തിനാ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഒന്നും പറയണ്ട. പറയാത്തന്നെല്ലാം മനസ്സിലായി. നേരിൽ സരിയെ കാണാൻ ചെറുവമ്പൂരി മെനക്കിറങ്ങുന്നില്ല. മനസ്സ് തകർത്ത് എന്റെ മോള് നടക്കണ കാണുമ്പോ നിൽക്കൂ. എനിക്ക് ചിലത് പറയാനുണ്ട്. ജനങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടും ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പൊ എല്ലാ സംശയങ്ങളും മാറി. എല്ലാം. ഒരു പെണ്ണിനു വേണ്ടി 2 കാമുകന്മാർ നടത്തിയ പോരാട്ടം പാതിരാത്രിയിൽ. സതി എന്തായി പറയുന്നത്? ഞാൻ നിരപരാധി എന്ന് പറയാനാവും ഭാവം. ബ്രഹ്മാവിന് 4 മുഖങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്കൊക്കെ എത്ര മുഖങ്ങളാണ്? സതി എത്ര സമർത്ഥമായാണ് ഒഴിഞ്ഞു മാറിയത്. സ്വന്തം മനസാക്ഷിയോട് ചോദിക്കുന്നു. മനസാക്ഷി കാര്യം അറിയാതെയാണ് നീ. ഒന്നും പറയണ്ട. എനിക്കൊന്നേ പറയാനുള്ളൂ. ഇനി എന്നെ കാണാൻ നരന് ശ്രമിക്കരുത്. തിരുമേനിയോ? ഓ, സതി ടീച്ചറെ വീട്ടിൽ നിന്നായിരിക്കും.
എന്താ മൂത്തൊരു വാട്ടം, ആകെ ചമ്മിയ പോലുണ്ടല്ലോ. കൈ നനയാതെ മീൻ പിടിക്കാൻ ശ്രമിച്ച കൊച്ചു തിരുമേനി, പക്ഷെ കൈയും നനഞ്ഞു, കയ്യിലിരുന്ന ചൂണ്ടയും പോയി. അപ്പൊ മീനോ? മീൻ ഇപ്പോഴും വെള്ളത്തിൽ തന്നെ. എന്നിട്ട് എന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് നമ്മുടെ തിരുമേനി പറയും. എന്നിട്ട് എന്ത് പറ്റി തിരുമേനി? പറ്റിയതോ? ഇതാ പറ്റിയത്. അച്ഛന് അമ്പലത്തിൽ പോണില്ലേ? ഇന്നത്തെ ശാന്തി വാസിയവൻ തനിച്ചു നോക്കട്ടെ. ലക്ഷിച്ചിട്ട് പുറത്തിറങ്ങാൻ വയ്യാണ്ടായി. ആൾക്കാർ ഓരോന്ന് ചോദിക്കുന്നുണ്ടാവും. ഒന്നും ചോദിക്കുന്നില്ല, അതാ സങ്കടം. നോട്ടം മാത്രം. ചൂളിപ്പോവാണ്. നാരായണൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കുറെ പേരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു, അതും ഇല്ലാണ്ടായി. അർദ്ധരാത്രി സൈതാലിയുടെ വീട്ടിലേക്ക് ഒളിച്ചും പാത്തും ചെല്ലുക, അതും പോരാഞ്ഞ് ആ മമ്മൂട്ടിയായിട്ട് അടിപിടി കൂടുകയും ചെയ്തു അത്രേ. അതുകൊണ്ട് ഞാൻ ചിലത് തീരുമാനിച്ചെടുക്കണം. എന്താ? ഒന്നും കൂടെ ഇതിന് പറയണ്ട ദേവകി. നമ്മുടെ മക്കള് ചെയ്യുന്ന തെറ്റുകളും നമ്മൾ തന്നെ വേണ്ടേ തിരുത്താൻ? സാവിത്രി, ഏട്ടനെ ഒന്നും കൂടി വിളിക്കുക. ഏട്ടാ, അച്ഛൻ വിളിക്കണോ? എന്ത് ചെയ്യാനാ ഭാവം? പറയാം, അയാൾ ഇങ്ങോട്ട് വരട്ടെ. ആ വന്നൂലോ. ഇങ്ങോട്ട് നീ നിൽക്കുക, ഇതങ്ങോട്ട് പിടിക്കുക. വാങ്ങ, ഇത് സുഹറയ്ക്ക് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുക. എന്താ ചെയ്ത്? എന്താണെന്നോ? ഉടവാ. എന്തെങ്കിലും ഒരു ചടങ്ങ് വേണല്ലോ ആ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. അച്ഛാ, എനിക്ക് പറയാനുള്ളത് മിണ്ടരുത്. പറയണത് അങ്ങോട്ട് അനുസരിക്കുക വേണ്ടു. എനിക്ക് നാട്ടിൽ തല ഉയർത്തി നടക്കണം. സൈതാലിക്കും അതല്ല തിരുമേനി, ഇന്ന് അമ്പലത്തിൽ പോയില്ലല്ലേ? ഇല്ല. നന്നായി, ഇനി ഒട്ട് പോവേണ്ടിയും വരില്ല. എന്നുവെച്ചാൽ? അപ്പൊന്നും അറിഞ്ഞില്ലല്ലേ? ഇല്ല. എന്താ മേടിച്ചപ്പാടെ? നമ്മളെ ദേവസ്വം പ്രസിഡന്റിന്റെ മോനെ തല്ലിയിരിക്കണു. അനിയൻ മേനോന്റെ മോനെ. ആരാ തല്ലിയത്? അല്ലാണ്ടാരാ? തിരുമേന്റെ മോൻ തന്നെ, നാരായണൻ. ഇനിയിപ്പൊ സുഖായി. അച്ഛനും മോനും കൂടി കുളിച്ച് കുറിയും തൊട്ട് ബ്രഹ്മസൂത്രം ജപിച്ച് വീട്ടിലിരിക്കാം. ആകെ ഒരു ജീവിതമാർഗം ഉണ്ടായിരുന്നത് കൂടി ഏട്ടൻ കളഞ്ഞു കുളിച്ച കഥയാ പറഞ്ഞത്. ഈ പെൺകുട്ടിയെങ്കിലും ഒന്ന് ഓർക്കായിരുന്നല്ലോ ആ ചെറിയ പോരിക്ക്. എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കണത്? എന്താ തീരുമാനിച്ചെടുക്കണത്? തനിക്ക് ഒന്നും കൂടി പറയാനില്ലേ? ചെയ്തു വെച്ചതൊക്കെ ശരിയാണെന്ന് സമർത്ഥിക്കായിരിക്കും മനസ്സ്, അല്ലേ? ഇന്ന് ഈ ഇല്ലാത്ത അന്നദാതാവാ അനിയൻ മേനോൻ. ആ വഴി അടച്ചപ്പോ തൃപ്തിയായില്ലേ തനിക്ക്? എന്തിനാ ഇങ്ങനെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഭാരമായിട്ട് കഴിയണത്? വല്ല ദിക്കിലേക്ക് ഇറങ്ങിപ്പോയിക്കൂടെ? ഇല്ലെങ്കിൽ കുറച്ചു വേഷം കലക്കി തരിക, ഞങ്ങളെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ. ശാന്തി പോണെങ്കിൽ പോട്ടെ, ഞാനും എന്റെ കുട്ടിയും കൂടി കൂലിപ്പണി എടുത്ത് അങ്ങോട്ട് കഴിയും. ആര് തോൽപ്പിച്ചാലും തോൽക്കാൻ ഞങ്ങൾ നിശ്ചയിച്ചിട്ടില്ല. അച്ഛാ, നേട്ടൻ ഇറങ്ങി പോണു. ഞാൻ വിളിച്ചിട്ട് നിക്കണില്ല. ദേവകി, നമ്മുടെ മോൻ എന്താ ഇറങ്ങി പോണു. എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി പോവാ. പോട്ടെ, പോയിക്കോട്ടെ. എനിക്ക് ആരും വേണ്ട, ആരും വേണ്ട.
യൂസഫോ? എന്താ ഈ നേരത്ത്? യൂസഫേ, ഇങ്ങനെ വരുന്നത് വീട്ടിലാരും കണ്ടില്ലേ? എന്താ യൂസഫേ? എന്ത് പറ്റിയേട്ടാ? ആരാ എന്റെ ഏട്ടനെ തല്ലിയത്? എനിക്കറിയില്ല കുട്ടി. എന്റെ ഏട്ടന് ഇത് വെച്ചോളൂ. എന്തോ അത്യാവശ്യമായി പണം ചോദിക്കാനാ അന്ന് ഏട്ടൻ അവിടെ വന്നത്. പക്ഷേ ഇന്നിന് ഇതിന് ആവശ്യമില്ല. സാവിത്രി, നിനക്കറിയില്ല, എനിക്കറിയില്ല, സമ്മതിച്ചു. പക്ഷെ സൽച്ചേച്ചിക്ക് അറിയായിരുന്നല്ലോ എന്റെ ഏട്ടന് ശരിയെന്ന് തോന്നുന്ന കാര്യം ആരെതിർത്താലും ചെയ്യുന്ന ആളാണെന്നും. ഏട്ടനോടൊന്ന് ചോദിക്കായിരുന്നില്ലേ എന്തിനാ പാദയാത്രയിൽ സൂറയുടെ വീട്ടിൽ പോയെന്ന്? ആ പോട്ടെ, ആശുപത്രി ഏട്ടൻ തനിച്ചാ. ചേച്ചി, ഞാൻ ആസ്പത്രിയിൽ പോവാ. ദൂരോട്ട് നിലയിക്കാനും അടിച്ചോനടിക്കാനും ആരോടും ചോദിക്കേണ്ട മമ്മൂട്ടിയെ. ഓനെ കാച്ചിക്കളണ്ടായിരുന്നു, പിന്നെ വേണ്ടെന്ന് വെച്ചിട്ടാ. അതൊക്കെ ശരിയാ, പക്ഷേ ഓന് വെറുതെ ഇരിക്കുന്നു വിചാരിക്കണ്ടേ? ഒന്ന് സൂക്ഷിച്ചാ ഉണ്ടാളാ. ആ അതെ, ഓന്റെ പെൺകുട്ടി വരുന്നുണ്ട്. അള്ള വിറക്കി വെക്കുന്നുണ്ട് കൂടെ. ആസ്പത്രിയിൽ കഷ്ടായിപ്പോ. ഇത് ചെയ്താരാന്ന് വല്ല പിടിയും കുട്ടിയോ? ഏതായാലും പറച്ചോൻ രക്ഷിച്ച്, ഇത്രയല്ലേ പറ്റുള്ളൂ. ഇതുകൊണ്ടൊന്നും ആയില്ല മൊയിലാരെ, കോളേജിനെ കാണാതിരിക്കുന്നേ ഉള്ളൂ. അടാ, ഈ പോത്തൊരു ദിവസം ഇവിടെ പിടിച്ചാൽ കൊല്ല കാര്യം പറയണ. നമ്മളെ കൊണ്ട് വയ്യ. എന്താണെന്ന്? പള്ളിത്താഴത്ത് കുഴപ്പം നടക്കണ്. ചതിച്ച തമ്പുരാണ്. നാരായണ നമ്പൂരി. അതെ, ഉണ്ടായിരുന്നു. അറിയില്ല സർ, അന്വേഷിക്കുന്നുണ്ട്. ഇല്ല, രാത്രി കൂടെ ആരും ഉണ്ടായിരുന്നില്ല. സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. രാത്രി 8 മണി വരെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിച്ചതാ. വെളുപ്പിന് നേഴ്സ് വന്ന് നോക്കുമ്പോ ആളില്ല. ഏതാ അടിപിടി കേസിലുമായിട്ട് അഡ്മിറ്റ് ചെയ്തതാ? അതെ അതെ. മാറിയില്ലേ? 64 നമ്പർ ബെഡിലെ നാരായണ നമ്പൂരി. അയാളെ കാണാതായിരിക്കുക. ഇന്ന് നാരായണ നമ്പൂരിയുടെ ആരാ? കൂട്ടുപൈസ എടുത്ത് തടപ്പള്ളിയിൽ വെച്ചണ്ട. ഓ, എന്താ വിളിച്ചപ്പാട്? ചെറിയമ്പൂരി ആശുപത്രിയിൽ കാണാതായിരിക്കണം. പാതിര വരെ അവിടെ ഉണ്ടായിരുന്നു അത്രേ. നേരം വെളുത്തപ്പോ കാണാനില്ല. എന്നിട്ട് പോലീസിലൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഈ ദവന്മാർ ചെയ്ത പണിയാ. ആശുപത്രിയിൽ തട്ടിക്കൊണ്ട് പോയായിരിക്കും. ഇതങ്ങനെ വെറുതെ കിട്ടാൻ പറ്റില്ല. വാ. എന്താ വരുന്നത്? നാരായണന് നിങ്ങളുടെ ആൾക്കാർ തട്ടിക്കൊണ്ട് പോയിരിക്കണമെന്നാ സംസാരം. എന്താ മിണ്ടാത്തത്? നിങ്ങൾ സമുദായത്തിന്റെ മൂപ്പനല്ലേ? ഇപ്പൊ കാര്യങ്ങളൊക്കെ കശാപ്പുകാരന്റെയും വിഷ തട്ടിപ്പുകാരന്റെയും മന്ത്രവാദിന്റെ ഒക്കെ കയ്യില. എന്നാലും മൂപ്പം പറഞ്ഞാൽ കേൾക്കുന്നവരാണ് അധികവും.
നമ്മൾ എന്താ വേണ്ടത്? തിരുമേനി തന്നെ പറയും. ഒരപേക്ഷ എനിക്കുള്ളൂ. വിരോധമില്ല അച്ഛാ, എന്റെ മകന്റെ ജഡയെങ്കിലും ഒരു നോക്ക് കാണാൻ എനിക്കൊരവസരം തരിക. പിന്നീടൊരിക്കലും അവനെ കാത്തിരിക്കുന്നല്ലോ. മൂപ്പൻ എന്താ പറഞ്ഞത് വെച്ചാ? ഒന്നും പറഞ്ഞില്ല. അമ്മയോട് എന്താ പറയണ്ടെന്നാ നിശ്ചയില്ലാത്തത്. അവിടുന്ന് വിഷമിക്കരുത്. മക്കൾ ചെയ്യുന്ന കുറ്റങ്ങള് സഹിക്കുന്നത് പോലെ മക്കളോട് മറ്റുള്ളവർ ചെയ്യുന്നതും സഹിക്കണ്ടേ? എന്നാലും നമ്മുടെ മോൻ ഈ നാട്ടിലെ എല്ലാവരും ഒരു കാലത്ത് നമ്മുടെ അന്നം കഴിച്ച് വളർന്നതല്ലേ? ആ നിലയ്ക്ക് നമ്മുടെ മക്കൾ തന്നെ നാരായണനെ ദ്രോഹിക്കണവരും. എനിക്ക് മനസ്സിലാവണില്ല, ഇത് സ്വബോധത്തിൽ നിന്നുണ്ടായ വാക്കുകളോ അതോ സുഹ്രനെ ഏൽപ്പിച്ച ഈ കത്ത് മാത്രം മതി എനിക്ക് എന്റെ നിരപരാധം തെളിയിക്കാൻ. പക്ഷേ നിന്റെ തീരുമാനം അറിയാനാണ് സുഹൃ പോലും അറിയാതെ ഞാനിപ്പോ ബാംഗ്ലൂർക്ക് വന്നത്. അവളിനി എന്ത് ചെയ്യണം? എനിക്കിപ്പോ ഞാനാണെന്ന് അവൾ മറ്റാളെന്ന് പറഞ്ഞു? ഇല്ല. ഇതിന്റെ പേരിൽ ബാപ്പ അവളെ തല്ലി ചാച്ചിട്ടും ഒരു നാട് മുഴുവൻ ലഹളയുടെ വക്കത്തെത്തിയിട്ടും അവൾ നിന്റെ പേര് പറഞ്ഞില്ല. നാരായണ, സത്യത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. സുഹൃത്ത് നല്ല കുട്ടിയാ, അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് അവൾ ചെയ്യില്ല. തെറ്റെന്റേതാണ്. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. പക്ഷെ മറ്റുള്ളവർക്ക് മുന്നിൽ എന്നും സുഹൃത്തുക്കളെ പോലെ മാത്രം പെരുമാറാൻ ഞങ്ങൾ ആദ്യമേ ശ്രദ്ധിച്ചിരുന്നു. പഠിപ്പ് പൂർത്തിയാക്കി ഞാൻ നാട്ടിലെത്തും വരെ ഈ ബന്ധത്തെക്കുറിച്ച് ആരും അറിയരുതെന്ന് ഞാൻ സുഹൃത്തിയോട് പ്രത്യേകം പറഞ്ഞിരുന്നു. പക്ഷെ ആമയുടെ കല്യാണത്തിന്റെ തലേന്ന് പെട്ടെന്നുണ്ടായ ഒരു ഇമ്പൾസ്. തെറ്റും ശരിയൊന്നും അപ്പൊ ഞാൻ ആലോചിച്ചില്ല. ഈ തെറ്റ് ശരിയാക്കാൻ ഇനി നിനക്കേ കഴിയൂ. നീ എന്നോടൊപ്പം വരണം. സുഹൃത്തെ, നിനക്ക് ജീവനോട് വേണമെന്നുണ്ടെങ്കിൽ കുറ്റവാളികളെ ഉടൻ കണ്ടെത്തുക, വർഗീയ ശത്രുക്കളെ ഒറ്റപ്പെടുത്തുക, നാരായണന്റെ തിരോധാനം പോലീസ് അന്വേഷിക്കുക. താൻ കടകൂട്ടുന്നില്ലേ? എന്തിനാ കൂട്ടുന്നത്? ഞാനിതിൽ രണ്ടിലും പെട്ട ആളല്ലല്ലോ. അത് പറഞ്ഞിട്ടിരുന്നോ? കടാരിക്കും മോമിന് അതറിയില്ല കേട്ടാ. ഇല്ലായിരിക്കോ? കുറ്റവാളികൾ ഉടൻ അറസ്റ്റ് ചെയ്യുക, വർഗീയ ശത്രുക്കളെ ഒറ്റപ്പെടുത്തുക, പോലീസ് നീതി പാലിക്കുക. അല്ല, നായർക്ക് ഓർമ്മയുണ്ട്? അയിഞ്ഞിച്ചോട്ടിലെ ഐശക്കുട്ടി, തെക്കേമടത്തിലെ സരോയിനി, പുളിക്കലെ നാണി, അങ്ങനെ എത്ര എണ്ണ ഇവിടെ കെട്ടിയോനല്ലാണ്ട് പെറ്റിക്കണ്. ആ
അന്നൊന്നും ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ വെട്ടാനും കുത്താനും നടക്കണവരുടെ കൂട്ടത്തിലും അങ്ങനെ ജനിച്ചവരുണ്ട്. ഒരു ജീവൻ ഭൂമിയിലേക്ക് വരുന്നതിന് 1000 പേരാ ചാവാ നിക്കണം. ഇനിയിപ്പോ 144 വരുമെന്നാ തോന്നണത്. അല്ലോ, അതെന്താ അലാക്കിന്റെ കണക്കാണ്? ആളെ മക്കാറാക്കേണ്ട കാര്യം പറയുന്നായരെ. അത് പോലീസ് നിയമത്തിലൊരു വകുപ്പാ. 4 ആള് കൂടുതൽ കൂടി നിൽക്കാൻ പാടില്ല. അത് തരക്കേടില്ലല്ലേ? അങ്ങനെയാണെങ്കിൽ അവർക്ക് 908 പാസ്സാക്കി കൂടായിരുന്ന. ഈ പുകിലൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ചെറിയമ്പൂരി എവിടെ പോയി കിടക്കണ പടച്ചോനെ. ഹലോ, ഇതെന്റെ പൊന്നാങ്കട്ട സലീമല്ലേ? മോനെ, ഏത് വഴിക്ക് പോന്നെ പൊന്നുകിട്ടെ? ഏതായാലും പടച്ചോൻ കാത്ത്. എന്താ ആ ചെറിയമ്പൂരിനെ കാണാണ്ടുള്ള പുക്കാറ് ഒന്നും പറയണ്ട, ആകെ കുഴപ്പമായിട്ട് കിടക്ക. നമ്മുടെ നാട്ടില് വെട്ടും കുത്തും. ഓ, പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ ഈ മനുഷ്യനക്ക്. ഭോജരാജാവ് തമ്പുരാനെ നമ്മൾ എന്തായി കാണുന്നത്? പടച്ചോനെ, നിങ്ങളൊന്ന് അപ്പുറത്തോട്ട് വരി. എന്താ നീ കാര്യം പറ. കാര്യമൊക്കെ പിന്നെ പറയാൻ വരാൻ പറഞ്ഞില്ലേ? ഇത് വല്ലാത്ത മുസീബത്തായല്ല. മനുഷ്യന് സമാധാനം തരില്ലെന്ന് വെച്ചാ ദാ മുറ്റത്ത് നിൽക്കണ് സമാധാനം കൊണ്ടുവന്ന ആള്. ആരാ? ആ ചെറിയമ്പൂരി. അല്ല മോണ, കൂടെ ഇവിടെ മോനുണ്ട്. അങ്ങോട്ട് വന്ന് നോക്കുന്നു. എവിടെയായും നിങ്ങൾ ഇതുവരെ? നിങ്ങളെ കോളേജിലെ മനുഷ്യന്മാരുടെ തമ്മിൽ തല്ലി ചാകാൻ നിൽക്കുകയാണ്. ഒരു പെണ്ണിനെ കുഴപ്പത്തിലാക്കിയ പോരാ, നാട് മുഴുവൻ കുട്ടിച്ചോറാക്കണമെന്നുണ്ടോ നിങ്ങൾക്ക്? നീ എന്തിനാ പഠിത്തവരുടെ ടിപ്പ് അങ്ങോട്ട് വന്നത്? ഉണ്ടാണ്ടിരിക്കുന്നുണ്ടാ? വെട്ടുകൂടി ചാവണവര് ചാവട്ടെന്ന്. ചെറിയമ്പൂരി പക്ക ഇല്ലത്തോട്ടില്ല. ആ തമ്പുരാട്ടിക്ക് ജീവൻ വെക്കട്ടെന്ന്. വന്നെല്ലാം വന്ന് ഇനി വീട്ടുകാരെ കൂടെ വിഷമിപ്പിക്കണ്ട. വെക്കം ചെല്ല്, ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. അതെ, സമയം വഹിക്കണ്ട, വേഗം പോകാൻ നോക്ക്. അല്ല, എല്ലാരും കൂടെ ഒറ്റയ്ക്ക് പറഞ്ഞേക്കാൻ പോവാ. നല്ല കാര്യായി. മനുഷ്യന്മാര് കലിമൂത്ത് ബോധമല്ലാണ്ട് നടക്ക. എന്നെ ആരും ഒന്നും ചെയ്യില്ലമ്മ. നിങ്ങൾക്കൊക്കെ പെറ്റ വേറിന്റെ ബല അറിയൂല. ചെറിയമ്പൂരി ഇല്ലത്തോട്ടില്ലേ? മോനെ സലീമേ, ഇതൂടെ ചെല്ലും. വേണ്ട സലീം, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. ഇത് നമ്മുടെ നാടല്ലേ. പറയാൻ ഒരു തവണയെങ്കിലും നിങ്ങൾ എത്തിക്കണമെന്ന് ദേവിയോട് പ്രാർത്ഥിച്ചു. സതി, പടച്ചോനെ, നിങ്ങളിങ്ങനെ നടന്നിട്ടെന്താ കാര്യം? എവിടെയെങ്കിലും ഒന്ന് കുത്തിരിക്കേ. നിങ്ങൾക്ക് വർത്താനം പറയും. അങ്ങനെ ഇരിക്കാൻ പറ്റണില്ലെന്ന്. എന്താണിത്? കളിക്കണ ഇങ്ങനെ ഒരു ഭൂതേവനുണ്ടായിരുന്നെങ്കിൽ നമ്മോട് നേരിട്ട് പറയാറുന്നല്ലോ. നമ്മളുടെ ബാപ്പയല്ലേ? നമ്മൾ തന്നെ നേരിട്ട് സീതാലിക്കാരുടെ പെൺകുട്ടീനെ ചോദിക്കുമായിരുന്നല്ലോ. പക്ഷെങ്കിലേ ഇവന്റെ ഒക്കെ മാർഗം വേറെയായി പോയി. ശൈസാന്റെ ഏതായാലും ഒരു തെറ്റാ എനിക്ക് പറ്റി. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ഉണ്ടാണ്ടിരിക്കേ. ബാബാ, ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ ചൂരെ കെട്ടാൻ ഞാൻ തയ്യാറാണ്. ബാപ്പ സീതാലിക്കെ കണ്ട് മതിയടാ, നിർത്ത്. വളർത്തി പഠിപ്പിച്ച് വലുതാക്കിന്റെ കൂടി നീ നമുക്ക് തന്നല്ല. അത് മതി. ഇനി എന്താ വേണ്ടതെന്ന് നമ്മൾ തീരുമാനിച്ചോളാം. അവസാനം ആത്തിന്റെ പുറകെ കാണുന്ന കുറുക്കന്റെ ജയിൽക്കാവും എന്റെ കഥ. നമ്മൾ പറഞ്ഞില്ലാന്ന് വേണ്ട. അതാണ് മുതലേറി ഞാനും പറഞ്ഞേ. സംഗതി ഒക്കെ ശരി തന്നെ. മൂപ്പം മുസ്ലിം ആണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? നമ്മൾ ഉദ്ദേശിച്ച ഒരു പരിപാടിക്കാണ് റെഡിയല്ലല്ലോ. അത് ശരിയാ. ശ്രദ്ധിക്കാം. ഒരു മിനിറ്റ് വരുന്നേ. ആ ചെറിയ പേര് ചത്തിട്ടില്ല. എന്നിട്ട് എവിടെ പോകണം? ഇല്ലത്തേക്കുള്ള വഴി കൂടെ ഒറ്റയ്ക്ക് പോകണമെന്ന്. ഇതാണ് പറ്റിയ സംഘം. ഇപ്പൊ ചെന്നാൽ ആ വെള്ളം ഇട്ട് കുടിക്കാം. പറയൂ. നമ്മുടെ ചെറിയ പരിപാടിയുണ്ട്. ചേർത്തിയോ? നമ്മുടെ ചെറിയ പുരി വന്നിരിക്കുന്നു. ചെറിയ പുരി. അയ്യോ, കൂടെ സല്ലപിക്കുന്നുണ്ട്. എന്തായി കേക്കണേ?
ഓ പാടം കയറി ഇല്ലെത്തി പോകാൻ പറയുന്നു. നിങ്ങൾ അതുവരെ ഈ വഴിക്ക് വയ്ക്കോ, ഇടയ്ക്ക് വിളിക്കോ. ഓ ഒന്ന് വേണമാക്കി. അമ്മയ്ക്ക് സന്തോഷം കൊടുക്കുന്ന ഒന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല സതി. നാരായണൻ പോയതിനു ശേഷം അമ്മയുടെ സ്ഥിതി വളരെ കഷ്ടത്തിലാ. അമ്മയ്ക്കുള്ള മരുന്ന് ഇത്. ഇനി ഇതിന്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. അതെന്താ? അമ്മയുടെ രോഗം മാറ്റാൻ ഞാൻ വന്നല്ലോ. അമ്മയുടെ മാത്രമല്ല, പിന്നെ ബാക്കിയുള്ളതെ. എന്താ വരുന്നത്? ചെറിയമ്പൂരിനെ തല്ലാൻ പോയിട്ടുണ്ട്. ആര്? സിദ്ധിക്കും മമ്മൂട്ടിയും. ഞാൻ വരാം. നാളുണ്ടായിരുന്നു നമുക്കൊക്കെ വലിയ ബ്രഹ്മന്മാര് എല്ലാരും കൂടി ചേർന്നൊരു പാവം മനുഷ്യനെ തല്ലിച്ചതയ്ക്കുക, സമുദായത്തിന് നാണക്കേട് വരുത്തി വയ്ക്കാൻ. മൂപ്പനെ ഇടപെടണ്ട. മൂപ്പനല്ലല്ലോ അന്യജാതിക്കാരോടാണല്ലോ സ്നേഹം. പക്ഷെ ഇവന്റെ കാര്യം നമ്മൾ തീരുമാനിച്ചേക്കണ്. ഇവൻ സൂര്യനെ പേപ്പിച്ചവനാണ്, നമ്മുടെ സമുദായത്തിനെ നാണം കെടുത്തിയവൻ. ഇവനെ നമ്മൾ വെറുതെ പോകാൻ സമ്മതിക്കില്ല. സോറാനെ ഇടങ്ങേറിലാക്കിയവനാണല്ല നിനക്ക് തല്ലേണ്ടത്. അതെ, എങ്കെങ്കിലും തല്ലേണ്ടത് ഈ പാവം നമ്പൂരിച്ചക്കനല്ല. ഇതാ നിക്കണേ നമ്മുടെ മോൻ സലീം. ഓണത്തല്ലേ ഓനാണ് സോറാനെ പേപ്പിച്ചത്. എന്താ ആരും അനങ്ങാത്തത്? ആർക്കും തല്ലണ്ടേ? സൂറാനെ പേപ്പിച്ചവനെ ആർക്കും തല്ലേണ്ടെന്ന്
പിന്നെ കേട്ടോളേ, നമ്മുടെ മോ സലീം ഷോറാനെ കെട്ടാൻ പോണ്. മൂപ്പ ഈ അടക്കാക്കാരൻ സൈതാലിക്കയുടെ മോള് സുഹറാണ്. വെറും കല്യാണമല്ല, ഈ നാട്ടുകാരെ മുഴുവൻ വിളിച്ച് നെയ്ച്ചോറും ബിരിയാണിയും കൊടുത്തിട്ട്. സൈതാലിക്ക, എന്താ നിങ്ങൾക്ക് വിരോധമുണ്ടാ? ഇത് നമ്മളെ മുന്നേ കണ്ടതാണ്. മനക്കലെ തമ്പുരാക്കന്മാരുടെ മാനം കാക്ക സ്വന്തം മോന്റെ തലവെട്ടി താഴത്തിടാൻ നിങ്ങൾ പഠിക്കൂലെന്ന് നമുക്കിപ്പോ മനസ്സിലായി. പക്ഷെങ്കിലേ നമ്മുടെ ശരീരത്തിന്മേൽ ഓടുന്നത് ഇസ്ലാമിന്റെ ചോരയാണ്. നമുക്ക് സഹിക്കാൻ കഴിയൂല. ഓർത്തോളി. കൊള്ളാം. നിന്റെ ജിഹാദ് വിളി പള്ളിയിലെ ബാങ്ക് വിളിയേക്കാളും കേമമായിട്ടുണ്ട്. പക്ഷെങ്കിൽ നീ ആരാണെന്ന് നിനക്കറിയില്ല. തെറ്റിട്ട 3-ാം നാൾ ഉമ്മ മയ്യത്തായി. കടത്തുകാരനായ ബാപ്പാക്ക് മുളോടി മാറാത്ത നിന്നെ അയൽവക്കത്തെ വീടുകളിൽ ഏൽപ്പിച്ചിട്ട് വഞ്ചി കുന്നാൻ പോവേണ്ടി വന്ന്. നീ പറഞ്ഞില്ല നിന്റെ ഈ ശരീരത്തിൽ കൂടെ ഓടുന്നത് ഇസ്ലാമിന്റെ ചോരയാണെന്ന്. പക്ഷെ അപ്പുറത്തെ വീട്ടിലെ കാളിപ്പൊലിയുടെയും ക്രിസ്ത്യാനിയായ കത്രീനയുടെയും മുലപ്പാലാടാ ഈ ശരീരം. ഇതിന്റെ ഉള്ളില് ഇസ്ലാമിന്റെ മാത്രം ചോര എങ്ങനെ ഊറിക്കൂടിയെന്ന് നമുക്കൊന്ന് പറഞ്ഞേടാ. മൂപ്പ, അന്നജാതിക്കാരന് ഉപ്പും ചോറും നിന്ന് വളർന്ന നിങ്ങള് ഇതല്ല ഇതിനപ്പുറവും പറയുന്നത് നമുക്കറിയാം. പക്ഷെ നമുക്ക് പറയാനുള്ളത് ഇതിനിട്ടാണ്. അള്ളാന്റെ ബഹുദങ്ങളെ സാക്ഷ്യത്തിൽ നമ്മൾ പറയുകയാണ്, സൈദാലി മാമായുടെ മോള് സൂറനെ കേട്ടില്ല. മാമാ, സൂറാനെ കാറ്റിക്കൊണ്ട് നമ്മുടെ കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ചെവിയിൽ നോളിക്കോ. മമ്മൂട്ടിയുടെ ചെങ്കൽ ഊഹം ഉണ്ടെങ്കിൽ ഈ കല്യാണം നടക്കൂല, നമ്മൾ നടത്തൂല. വാള സൂറ, എന്തായി കാക്ക? എന്നെ ഒന്ന് തുറന്നു വിടൂ. ഇക്കാന്റെ പുന്നാര മോളല്ലേ? തുറക്ക് സൂറ, ഒന്ന് തുറക്ക് സൂറ. വേണ്ട, എന്നിട്ട് കണ്ടവരൊക്കെ പിടിച്ചിട്ട് തല്ലാനില്ലേ? ഇക്കാക്കിനി ആരെയും തല്ലൂല. ഒന്ന് തുറക്ക് സൂറ. എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കോ? വന്നിട്ടുണ്ട് പൊതുമാരൻ. എഞ്ചിനീയർ നിക്കാതെ കഴിക്കാൻ പോവല്ലേ ബാപ്പാന്റെ പുന്നാര മോളെ. മാളിക വീട്ടിലെ റാണി. ഏതായാലും നമുക്ക് പഴം നിറച്ച് നെയ്ച്ചോറും ബിരിയാണിയും തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഓന്റെ ബാപ്പ മൂപ്പനാര്. പക്ഷെങ്കിലേ മടവാട്ടി അവൻ അന്നെ നമ്മൾ വിടൂല. സൂറ, വാലിനോർക്ക് സൂറ. നമ്മളെ കണ്ട ആ കാടിന്റെ തല ഓർമ്മ വരും അല്ലേ? ഉണ്ട കണ്ണുണ്ട പേടിയാവല്ലേ?
നിക്കട്ടാ സൂരാ മോളെ സൂറാവി ബാലുവർക്ക് ദേ സലീമോ എന്താക്കണ് ബാലുവർക്ക് മോളെ സൂറാ ഇവളെവിടെ പോയാവോ സൂറാവി സൂറാ കാണില്ല അപ്പുറത്തുണ്ടാവും വാ ഉടന്തി വാ റബ്ബില്ലാലമീനായ തമ്പുരാനെ എന്തായി കാണുന്നത് മോളെ സൂരാവി ഞാൻ കൊന്നു മമ്മൂട്ടിക്കാരെ ഞാനോ കൊന്ന് സൂറത്താനെ കൊല്ലാൻ വന്നപ്പോ ഞാനോ കൊന്നു വെട്ടി കൊന്നു ബുദ്ധുസേ ഈ